വളരെ പ്രതീക്ഷയോടെ നമുക്ക് പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യം വായിച്ചുകൊണ്ട് ദൈവിക ആലോചനയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. സുപരിചിതമായ വാക്യമായിരിക്കാം ദൈവമക്കളെ സംബന്ധിച്ച്, പക്ഷെ ഒരു പരസ്യ സ്ഥലമായതുകൊണ്ട് ആ വാക്യം വായിച്ച വാക്യത്തിന്റെ ഉള്ളടക്കം നിങ്ങളോട് പരിശുദ്ധാത്മ നിയോഗത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദയവായിട്ട് ഉച്ചഭാഷണി കൂടെ വായിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. എല്ലാവരും ബൈബിൾ തുറന്ന് വചനത്തോടുള്ള പ്രതിബദ്ധത നമുക്കുള്ളത് കൊണ്ട് തിരുവചനം തുറന്ന് നിങ്ങൾ ആ വാക്യം നോക്കുമ്പോൾ 1 പത്രോസ് 5-6 വായിച്ചു കേൾപ്പിക്കും. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ്ത്താണിരിപ്പി. മതി, സ്തോത്രം. അതുകൊണ്ട് ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പി. വളരെ പരിചിതമായ വാക്യമാണ്. ഈ വാക്യമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലെ യോഗത്തിൽ ദൈവജനത്തിന്റെ മധ്യത്തിലും ഈ ദേശത്തിന്റെ നടുവിലും ദൈവത്തെക്കുറിച്ച് പറയാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നയച്ചിരിക്കുന്നത്. വീണ്ടും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഈ വചനം വ്യാഖ്യാനിക്കേണ്ടതിനായിട്ട് ദൈവസന്നിധിയിൽ ചോദിക്കുക. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിന്റെ പ്രത്യേകതകളിൽ ഒന്ന്, പത്രോസ് തൻ്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ലേഖനത്തിലെ സഭയ്ക്ക് എഴുതിയ ദൂതുകളാണ്. ദൂതിന്റെ എല്ലാം ഉടമസ്ഥൻ സ്വർഗസ്ഥനായ ദൈവമാണ്. മനുഷ്യന്റെ മനസ്സിനകത്ത് ഉദിച്ചു വന്നതോ ആശയങ്ങളോ അല്ല വേദപുസ്തകത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്, വിശിഷ്യ ലേഖനങ്ങൾക്കകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങളാണ്. പക്ഷേ ആ പരിശുദ്ധാത്മ നിയോഗം എഴുത്തുകാരനായിരിക്കുന്ന പത്രോസ് അവതരിപ്പിച്ചിരിക്കുന്നത് തൻ്റെ സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഒരു സന്ദേശം അവതരിപ്പിക്കണമെങ്കിൽ, ദൈവമേൽപ്പിക്കുന്ന ഒരു ദൂത് അവതരിപ്പിക്കണമെങ്കിൽ അതിനൊരു പശ്ചാത്തലം വേണം. ഒരു ക്യാൻവാസ്, ഒരു പടം വരയ്ക്കുന്ന മനുഷ്യന്റെ കയ്യിലേക്ക് 10 കുപ്പി കളർ മഷികളും 2 ബ്രഷും കൊടുത്തിട്ട് ഈ ശൂന്യതയിൽ വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കാൻ പറ്റിയല്ല. മഷിയും ബ്രഷൊക്കെ ഉണ്ടെങ്കിലും ഒരു പശ്ചാത്തലത്തിലെ, ഒരു ചുവരിലോ ഒരു പ്രതലത്തിലോ മാത്രമാണ് ഒരു ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. എന്നതുപോലെ ദൈവമേൽപ്പിക്കുന്നൊരു ദൂത് അത് അവതരിപ്പിക്കുന്നത് ഒരു പശ്ചാത്തലം ഉണ്ടാകും. സ്തോത്രം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് വ്യാഖ്യാനങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. ഒരു കാര്യം പോയി ആവിഷ്കരിക്കുക. ഇപ്പൊ ഞാനൊരു വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ നിൽക്കുക. അങ്ങനെ അവതരിപ്പിക്കുന്നതിന് പശ്ചാത്തലമുണ്ട്. ചിലപ്പോൾ സുവിശേഷ പ്രഭാഷണങ്ങൾ നടക്കുന്നത് ശാസ്ത്രീയമായിരിക്കുന്ന വസ്തുതകളുടെ തെളിവിലായിരിക്കും. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം കാറ്റിനെയും കടലിനെയും തിരമാലകളെയും എല്ലാം ശാസ്ത്രലോകം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന അതീവ ഗൗരവമായിരിക്കുന്ന കാര്യങ്ങളുടെ ഉറവിടം ദൈവത്തിന്റെ വചനത്തിലുണ്ടെന്നും അത്യാധുനികമായിരിക്കുന്ന ക്രമീകരണങ്ങളെയൊക്കെ ഇതൊന്നുമില്ലാത്ത ശിലായുഗത്തിൽ എഴുതപ്പെട്ടതിനെ വളരെ ഭംഗിയായി ആ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ശക്തരായ പ്രഭാഷകർ നമ്മുടെ ഇടയിലുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ പോലും സ്തോത്രം പൊതുജന സമക്ഷം വരച്ചു കാട്ടിയ യുദ്ധങ്ങൾക്കെല്ലാം വേദപുസ്തക പശ്ചാത്തലമുണ്ടെന്നും ഇതെല്ലാം അന്ത്യകാലത്തിലേക്ക് ചൂടുവെക്കുന്നതിനുള്ള വ്യക്തമായ ചവിട്ടുപടികളാണെന്നും കാലോചിതമായി തെളിയിച്ച് പ്രസംഗിക്കാൻ കഴിയുന്ന കരുത്തരായ പ്രഭാഷകരുള്ള ഒരു മാർഗമാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ സുവിശേഷ യോഗങ്ങൾ. അതോർത്ത് കർത്താവിന് ഒന്നോടെ സ്തോത്രം ചെയ്തേരെ. ജ്ഞാനം കൊണ്ടും ഭാഷ കൊണ്ടും അറിവ് കൊണ്ടും എല്ലാം ദൈവമായ കർത്താവിനെയും കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയും കാലോചിതമായി അവതരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ പത്രോസിനോട് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു ജ്ഞാനിയല്ല, കടൽ മുക്കുവനാണ്, ഒത്തിരി യാത്ര ചെയ്ത ആളല്ല, പൗലോസിനെ പോലെ പരന്ന വായനക്കാരനല്ല, വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്ത ആളല്ല, ന്യായപ്രമാണ സംബന്ധമായിട്ട് ഒരു റബിയുടെ കാൽക്കലിരുന്ന് പഠിച്ചൊരാളല്ല. കടലിനോട് മല്ലടിച്ച് ഈ അളമ്പൽ പ്രദേശത്ത് അന്തികമായ നിലവാരത്തിനകത്ത് കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തെ പുലർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ചിലരെ പോലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് കർത്താവ് അവന്റെ പടകിലേക്ക് കയറുകയും അപ്രതീക്ഷിതമായി വീട്ടുകാരോട് പോലും യാത്ര ചോദിക്കാൻ നിർവാഹമില്ലാത്ത നിലവാരത്തിൽ പടകും വലയും താത്തി വെച്ച് മനുഷ്യനെ പിടിക്കുന്നവനാക്കാന്ന് പറഞ്ഞ് കർത്താവ് അവനെ കൂടെ ചേർത്തത് അപ്രതീക്ഷിതമായ നിമിഷത്തിലായിരുന്നു. അവിടെ മുതൽ യേശുവിന്റെ കൂടെയാ. കർത്താവിന്റെ കൂടെ നടന്ന് കണ്ടും കേട്ടുമൊക്കെ ഒരു പരിചയമുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്
വേറെ ഏത് പശ്ചാത്തലത്തിൽ പറയുന്നതിനേക്കാൾ സ്വന്തം അനുഭവത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നതാണ് ഏറ്റവും എളുപ്പമായത്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിനെ വിശ്വസിച്ചിറങ്ങിയാൽ, ദൈവത്തിന്റെ കൃപയിൽ ഉറച്ചു നിന്നാൽ, കുറേം കൂടി കഴിയുമ്പോൾ ഭാഷയൊന്നും നമുക്കറിയില്ലെങ്കിലും സ്വന്തം അനുഭവത്തിലൂടെ എൻ്റെ ദൈവം നല്ലവനാന്ന് മറ്റുള്ളവരോട് പറയാൻ, എൻ്റെ യേശു ജീവിക്കുന്നു എന്ന് സ്വന്തം സാക്ഷ്യത്തിലൂടെ വേദികളിൽ പറയാൻ ദൈവമായ കർത്താവ് അവസരം തരുന്നവനാണ്. ഇന്ന് രാത്രി അതിന് ചിലരെ ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നാൽ പൗലോസിനെ കുറിച്ച് ഈ പത്രോസ് തന്നെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അത് 2 പത്രോസ് 3-ാം അധ്യായത്തിനകത്ത് വായിക്കണമെന്നില്ല. നിങ്ങളുടെ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ശ്രദ്ധ എനിക്ക് ലഭിക്കുന്നത് കൊണ്ട് ഞാൻ ആ വാക്കൊന്ന് പറഞ്ഞു വിടാം. 3-ാം അധ്യായത്തിന്റെ 15-16 അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. നോക്കൂ, പൗലോസ് എഴുതിയ ലേഖനങ്ങളെ കുറിച്ച് പറയുക. ഈ പത്രോസ് പറയുന്ന സാഹചര്യം അല്ലെങ്കിൽ സാധ്യതകൾ തന്നെ, അല്ലെങ്കിൽ പത്രോസ് പറയുന്ന ദൂതുകൾ തന്നെ, ആ വിഷയങ്ങൾ തന്നെ പൗലോസും എഴുതിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. പക്ഷെ പൗലോസ് എഴുതിയതിൽ കൂടുതലും തന്റെ അനുഭവമല്ല, പൗലോസ് തന്റെ ജ്ഞാനത്തിലാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ല അവിടെ വായിച്ചത്. ഇതിനെക്കുറിച്ച് നമ്മുടെ സഹോദരനായിരിക്കുന്ന പൗലോസും സ്തോത്രം സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ട്. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുണ്ട്. സാധാരണക്കാർക്ക് ഗ്രഹിപ്പാൻ പ്രയാസമുണ്ട്. അതിന്റെ കാരണം എന്താ? അത് ജ്ഞാനത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്നത്. കാരണം പൗലോസ് വിദ്യാസമ്പന്നനാണ്, പൗലോസ് ഒരു യാത്രികനാണ്, പൗലോസ് ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം പഠിച്ചവനാണ്, പൗലോസ് ഉന്നതന്മാരുമായിട്ട് ബന്ധമുള്ളവനാണ്. ഈ സാധ്യതകളെല്ലാം ഉള്ളത് കൊണ്ട് അദ്ദേഹം തന്നെ ജ്ഞാനത്തിന്റെ പശ്ചാത്തലത്തിൽ സർവശക്തനായ ദൈവം കൊടുത്ത ആ കൃപയ്ക്ക് തക്കവണ്ണം തന്റെ ലേഖനങ്ങൾ എഴുതി. അത് പലർക്കും ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വ്യാഖ്യാനിക്കുന്ന ആളുകൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടെന്ന് പത്രോസ് പറഞ്ഞത്. എന്നാൽ പത്രോസ് ആകട്ടെ തന്റെ അനുഭവത്തിലൂടെ ദൈവം ജീവിക്കുന്നു എന്ന്, യേശു നല്ലവനാണെന്ന്, ഈ ദൈവം മഹാദൈവമാണെന്ന് തന്റെ അനുഭവത്തിലൂടെ പറഞ്ഞു. അങ്ങനെ പത്രോസ് തന്റെ അനുഭവത്തിലൂടെ പറഞ്ഞ പല കാര്യങ്ങളും 1-ാമത്തെ ലേഖനത്തിനകത്തുണ്ട്. അത് ഇന്ന് രാത്രി എല്ലാം ഒന്നും പറയുകയല്ല ഇന്ന് രാത്രിയിലെ സുവിശേഷ സന്ദേശത്തിന്റെ ഉള്ളടക്കം. സ്തോത്രം. ഈ പറയപ്പെട്ടിരിക്കുന്ന വാക്യം ഇപ്പൊ നമ്മൾ ഇന്ന് രാത്രിയിലേക്ക് വായിച്ച വാക്യം, അതും പത്രോസ് തന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നതാണ്. എന്താണ് പറയുന്നത്? ഈ വാക്യത്തിന്റെ ഉള്ളടക്കം ഇതാണ്. സ്തോത്രം. നമ്മൾ വായിച്ചപ്പോൾ കണ്ടല്ലോ, അവൻ എന്നാ തുടങ്ങുന്നത്, അത് ദൈവത്തെ കുറിച്ചാണ്. അപ്പൊ അവിടെ ആ വാക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ അങ്ങനെ പറയണം, ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ഇത് പത്രോസിന്റെ ഒരു സാക്ഷ്യമാണെങ്കിലും ഇത് ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. ഈ വാക്യത്തിന്റെ ഉള്ളടക്കം എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദേശത്തോടും ഞങ്ങൾക്ക് പറയാനുള്ള സുവിശേഷം അതാണ്. ഏത് തകർന്നവനെയും സ്തോത്രം തട്ടി മാറ്റിയിട്ട് പോകുന്നൊരു ദൈവത്തെ കുറിച്ച് പ്രസംഗിക്കാനല്ല ഈ പന്തൽ ഇവിടെ കെട്ടിയത്. അതിനല്ല ദിവസങ്ങളായി ഇവിടെ ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നത്. അതിനല്ല ദൈവമക്കൾ ഇവിടെ ഒന്നിച്ചു കൂടിയത്. പിന്നെയോ സ്തോത്രം. ഹല്ലേലൂയ. ഏത് തകർന്നവനെയും ഉയർത്തുന്നൊരു ദൈവമുണ്ടെന്ന് പറയാനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എനിക്ക് പറയാനാണ്. അതിൽ സന്തോഷമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടി മഹാദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഉയർത്തുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഇത് പറയാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ച ഏറ്റവും പറ്റിയ കക്ഷി പത്രോസ് തന്നെയാണ്. സ്തോത്രം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. കാരണം പൗലോസ് ഒരു പ്രത്യേക നിലയിൽ നിന്നവനാ. അവനെ കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്, കപ്പൽ പ്രമാണിയുടെ മോനായിരുന്നു എന്നൊക്കെ കേൾക്കുന്നത്. സ്തോത്രം. അത്രയ്ക്ക് ബിസിനസ് പശ്ചാത്തലമുള്ള, സമ്പന്നനായിരിക്കുന്ന, ആഠ്യത്വവും പാരമ്പര്യവുമുള്ള, കഴിവുറ്റവനായിരിക്കുന്ന, യൗവന പ്രായത്തിൽ തന്നെ സെനിദ്രീം സംഘം എന്നറിയപ്പെടുന്ന മതകോടതിയുടെ ഒരു ഭാഗമാകത്തക്ക രീതിയിൽ കഴിവുറ്റവനായ ഒരു മനുഷ്യനായിരുന്നു പൗലോസ്.
അപ്പൊ അവനവന്റെ നിലയിൽ നിന്നാണ്. ആ നിലയിൽ നിന്ന് പിന്നെ മുകളിലേക്ക് പണിയുന്നത് സ്വാഭാവികമായിരിക്കാം. കഴിവും കരുത്തും ജ്ഞാനവും അറിവും പഠനവും ആൾബലവും ഒക്കെ ഉള്ള ഒരാള് ഉയർന്നു വരിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വാഭാവികമായിരിക്കാം. എന്നാൽ യാതൊരു സാധ്യതയില്ലാതെ അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിച്ചു പോരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സർവശക്തനായ ദൈവം ഉയർത്തി എന്ന് പറയുക മാത്രമല്ല, സ്തോത്രം, ഈ ലേഖനത്തിൽ പറയുന്നു ഈ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഉയർത്തുന്ന ദൈവമാണ്, ഉയർത്തുന്ന ദൈവമാണ്. ഇന്ന് രാത്രിക്കാലം ആ വാക്കിനെ നമുക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്നറിയില്ല. കാരണം ഇതൊരു വല്ലാത്ത കാലഘട്ടമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഉയർച്ചയെക്കുറിച്ച് ഇങ്ങനൊരു പരസ്യ സ്ഥലത്ത് പറയുമ്പോൾ സ്തോത്രം, നമ്മൾ പെട്ടെന്ന് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ സ്ഥിതിയും നിലയൊക്കെ സമ്പത്ത് കൊണ്ട് മാറ്റി ഇന്ന് വന്നിരിക്കുന്ന നിലയിൽ നിന്ന് കുറച്ചുകൂടെ പ്രോസ്പെരിറ്റിയായി പോഷായി നമ്മെ സ്തോത്രം പണിതെടുത്ത് സമ്പന്നതയുടെ മട്ടുപ്പാവിൽ കൊണ്ട് നിർത്തും എന്നാണോ പറയുന്നത് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. വേദപുസ്തകത്തിന്റെ ഉയർച്ച എന്ന വാക്കിന് അതല്ല അർത്ഥം. സ്തോത്രം, അത് ഇതിൽ പെടുമായിരിക്കും. അതിന്റെ അർത്ഥം ഇത്രയാണ്: ദൈവം എന്തിനു വേണ്ടിയാണോ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത്, ആ നിലയിലേക്ക് അവനെ എത്തിക്കുന്നതിന്റെ പേരാണ് ദൈവം ഉയർത്തിയെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? സ്തോത്രം. മനുഷ്യരെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ആ നിലവാരത്തിലേക്ക് അതിനെ ഉയർത്തുക എന്നുള്ളത്. എൻ്റെ കയ്യിലിരിക്കുന്ന മൈക്രോഫോൺ ഒരു കമ്പനി ഉണ്ടാക്കിയതാ. ഇത് തന്നെ ഉണ്ടായതല്ല. സ്തോത്രം, ഇത് മരത്തേന്ന് പറിച്ചെടുത്തതല്ല, മണ്ണീന്ന് കുഴിച്ചെടുത്തതല്ല. ഇത് ഒരു എഞ്ചിനീയറിംഗ് ടെക്നോളജി വെച്ച് സ്തോത്രം ഒരു ബ്രാൻഡഡ് കമ്പനി ഉണ്ടാക്കിയതാണിത്. ഇതെന്തിനു വേണ്ടി ഉണ്ടാക്കിയോ അതിന്റെ പണി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇതിന് വിലയുണ്ടായത്, അതുകൊണ്ടാണ് ഇതിന് മൂല്യം ഉണ്ടായത്. സ്തോത്രം, ഹല്ലേലൂയ. ഇരുമ്പ് കൊണ്ടോ മറ്റൊരു ലോഹം കൊണ്ടോ ഉണ്ടാക്കി ഇതിനകത്ത് കൊച്ചു കൊച്ചു സൂത്രങ്ങൾ പിടിപ്പിച്ച് അങ്ങനെ എന്തിനുദ്ദേശത്തോടെ ഉണ്ടാക്കിയോ ആ ദൗത്യം നിർവഹിക്കുന്നതിൽ സക്സസ് ആയാൽ അതൊരു ബ്രാൻഡായി മാറുകയും അതിന് വില കൂടുകയും ചെയ്യുമെങ്കിൽ, ഇന്ന് രാത്രികാലം ആ ദൈവത്തിന്റെ സദൃശത്തിന് സ്വരൂപത്തിന് സൃഷ്ടിച്ച മനുഷ്യൻ ഇവിടെ അടിമയായി രോഗവും പാപവും ശാപവും പേറി ഒരായുസ് തീർക്കാനല്ല. ഇവിടെ ജാതിയില്ല, മതമില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല. നിങ്ങൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്നാണ് ഞാൻ പറയാം, മിനിമം എന്നെ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് വിശ്വസിക്കാൻ ഒരു വിശ്വാസമുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് ഇന്ന് രാത്രി നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ രാത്രി 9 മണിക്കുള്ളിൽ എന്തിന് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചോ ആ ലെവലിലേക്ക് സകല മറകളെ കീറിക്കൊണ്ട് അതിന് തടസ്സം നിൽക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക, അതിന് തടസ്സം നിൽക്കുന്ന ഏത് വൻ തടസ്സങ്ങളെയും ഇന്ന് രാത്രി തള്ളി മറച്ചിട്ടുകൊണ്ട് അത് തിരിച്ചറിയുന്ന, അത് ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ഈ എളമ്പൽ പ്രദേശത്ത് ദൈവസന്നിധിയിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഈ ഒരൊറ്റ രാത്രിയിലെ സന്ദേശം കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ആമീൻ പറഞ്ഞ് സ്വീകരിക്കാൻ ആര് തയ്യാറാകുന്നു? അവന്റെ ഗതികേട് മാറ്റി, അവന്റെ ജീവിത രേഖകളെ മാറ്റി, അവനെതിരെ നിൽക്കുന്ന സകല ഇടപാടുകളെ മാറ്റി ആ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയാൻ എന്നെ ഇവിടെ വിട്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ഭാഗ്യമുള്ളവരാരാണോ ആ കുടുംബത്തിന്റെ മേൽ ആ കൃപ വ്യാപരിക്കും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തു. കർത്തൃദാസന്മാരടക്കം ഹല്ലേലൂയ സുവിശേഷ വേലയ്ക്ക് എന്നെയും നിങ്ങളെ വിളിച്ചിറക്കുമ്പോൾ സ്വർഗത്തിനൊരു സ്വപ്നമുണ്ട്. അതിന് തടസ്സം നിൽക്കുന്ന ഏത് തടസ്സമാണെങ്കിലും അതിനെ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറായാൽ പർവ്വത സമാനമായ പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്നാലും അതിനെ മറിച്ചിട്ടുകൊണ്ട് നിന്നെ വിളിച്ചത് എന്തിനാണോ ആ ലെവലിലേക്ക് പൊക്കിക്കൊണ്ടുവരാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് കഴിയും. അതിന്റെ പേരാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഉയർച്ച. ഹല്ലേലൂയ. 2 ശക്തികൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ഈ പ്രസംഗത്തിന്റെ അടുത്ത പടിയിലേക്ക് ഞാൻ കയറുമ്പോൾ പറയാം. 2 ശക്തികൾ ഈ ലോകത്തിൽ മനുഷ്യനെ നടുവിൽ നിർത്തിക്കൊണ്ട് ശക്തമായിട്ട് പോരാടുന്നുണ്ട്. ഈ വാക്കിനെ വെച്ച് പറയുകയാണെങ്കിൽ, ഒന്ന്, ഏതെങ്കിലും വിധത്തിൽ മനുഷ്യന്റെ ലക്ഷ്യം തെറ്റിച്ച് അവന്റെ കുടുംബത്തെ അധമ നിലവാരത്തിൽ തകർത്ത് മറ്റുള്ളവർക്ക് ഒരു കാഴ്ച വസ്തുവും പരിഹാസവും പഴഞ്ചൊല്ലുമാക്കി അവന്റെ തലമുറകൾക്ക് അപമാനവും ജീവിത പങ്കാളിക്കെന്നും ദുഃഖവുമാക്കി അങ്ങനെ മരണം വരെയും വ്യത്യസ്തമായ നിലവാരത്തിൽ ദൈവിക ബോധമില്ലാതെ സ്തോത്രം ഇവിടെ ഒരുപക്ഷെ മട്ടുപ്പാവിൽ ജീവിക്കുന്നവരായിരിക്കാം.
പക്ഷെ എങ്കിലും ഉള്ളറകളിൽ സ്തോത്രം നിരാശ തളം കെട്ടിക്കിടന്ന് അങ്ങനെ ജീവിതത്തിന് അർത്ഥമില്ലാതെ മരണക്കിടക്കയിൽ പോലും ഒരു സ്വസ്ഥതയില്ലാതെ അവസാനിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അതിന് പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി ഈ ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട്. അതിന് വിധേയപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ തകർന്നിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി മറുഭാഗത്തൊന്നുണ്ട്. ഏതെങ്കിലും വിധേന ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏത് കുടുംബത്തിലാ ജനിച്ചതെങ്കിലും, ഏത് പശ്ചാത്തലത്തിലാ വളർന്നതെങ്കിലും, ഏത് പ്രത്യയശാസ്ത്രമാ വിശ്വസിച്ചതെങ്കിലും, യേശു ക്രിസ്തുവും കർത്താവിന്റെ കൂട്ടരും അവിടത്തെ സഭയും അവിടത്തെ ദാസന്മാരും അവിടെ നിന്ന് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവും അവിടത്തെ വചനവും ആ വചനം പറയുന്ന കൂട്ടരും ഒരുപോലെ ശ്രമിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചിലരെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആത്മാവിൽ പറയുന്നു, ഈ യോഗത്തിന് നോട്ടീസ് അടിച്ചതും ഇതിന്റെ പ്രചരണം നടത്തിയതും മുഴുവൻ ഒരാൾക്ക് ഒരു അധികാരിയാകാനല്ല, ആർക്കെങ്കിലും ഇവിടെ ഏതെങ്കിലും സ്ഥാനമോ ഏതെങ്കിലും പ്രതാപമോ നേടിയെടുക്കാനല്ല. പിന്നെയോ ഈ ദേശത്താരെയോ ദൈവം ആഗ്രഹിച്ചതുപോലെ ഉയർത്താനുണ്ട്. അതിന്റെ സമയമായിട്ടുണ്ട്. 2026 ഏപ്രിൽ മാസം പരിശുദ്ധാത്മാവ് പറയുന്നു, സ്വർഗസ്ഥനായ ദൈവത്തിന് ദൈവം ആഗ്രഹിച്ച ലെവലിലേക്ക് ചിലരെ കൊണ്ടുവരാനുണ്ട്. അതിനായിരിക്കാം ഇന്ന് രാത്രി തെളിയിച്ചു കൊണ്ടുവരാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ഒരു വാക്ക് എന്റെ കയ്യിൽ തന്നു വിട്ടത്. അതിന്ന് രാത്രി വിശ്വസിക്കാൻ ഇവിടെ ആര് തയ്യാറാകുന്നു അവർക്ക് വേണ്ടി സ്വർഗം പാറമേലെഴുതുന്നത് പോലെ ആ സത്യത്തെ എഴുതാനിടയാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലും ആത്മാവിൽ കണ്ടുകൊണ്ട് പറ സ്തോത്ര ഹല്ലേലൂയ. എന്തുദ്ദേശത്തോടെ കർത്താവ് നിങ്ങളുടെ ഉദരത്തിൽ തന്നോ ആ ലെവലിലേക്ക് അവനെ കൊണ്ടുവരണം, അവളെ കൊണ്ടുവരണം. സ്തോത്ര ഹല്ലേലൂയ. അതിന് വിക്കനം നിൽക്കുന്ന പോരുകൾ പോകുന്ന വഴിക്കുണ്ടെന്ന്. സ്തോത്ര ഹല്ലേലൂയ. അതിനെ തകർത്തിട്ട് വേണം ഇന്ന് രാത്രി ദൈവം ചിലരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സംഭവിക്കും, എനിക്കതിൽ സംശയമില്ല. പ്രാർത്ഥനാ മുറിയിൽ പ്രാപിച്ച ദൈവത്തിന്റെ ശബ്ദമാകയാൽ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ നിന്റെ കയ്യിൽ നയാ പൈസ ഇല്ലെങ്കിലും സ്വപ്നങ്ങൾ മാത്രമുള്ളെങ്കിലും ഒരു ദൈവം ജീവിക്കുന്നു. പത്രോസ് പറയുന്നു, വലയെറിഞ്ഞ മുഖവൻ പറയുന്നു, ശൂന്യമായ പടകുമായി നിന്നവനെ യഹൂദന്റെ പുൽപ്പിറ്റിൽ കയറ്റി നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാൻ ആർജവം കൊടുത്ത ദൈവം. ആ ദൈവം സ്തോത്ര ഹല്ലേലൂയ. നിങ്ങൾ ഒന്നോടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ വാക്ക് ശ്രദ്ധിക്കണം. ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ സഭയോടാ പറയുന്നത് ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്താൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവകൃപയിൽ വന്ന് കർത്താവിനെ അനുസരിക്കാൻ തീരുമാനിച്ച ദൈവമക്കൾ ഓർത്തോളണം, എന്നെ ഉയർത്തി കഴിഞ്ഞിട്ടില്ല. സഭയോടാ പറഞ്ഞത് നിങ്ങളെ ഇനിയും ഉയർത്താനുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ആ സ്ഥിതിയിലേക്ക് സ്വർഗം കൊണ്ടുവരണം. അതിന്റെ പുറകിലെ സകല നിരാശയെയും ഇന്ന് രാത്രി പ്രഭാഷണം കഴിയുമ്പോഴേക്കും ദൈവം തട്ടിമാറ്റണം. അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? സ്തോത്ര ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ദൈവം എന്ത് ചെയ്യും? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തീരുമ്പോഴേക്കും എന്നോട് കർത്തൃദാസന്മാർ പറഞ്ഞ സമയം തീരും. സ്തോത്രം. അതുകൊണ്ട് കമ്പിവാചകം പോലെ ഞാൻ ഇതിന്റെ ഉള്ളറകളിലേക്ക് കടക്കുകയാണ്. എന്നെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾ എത്ര തിടുക്കത്തോടെയാണ് ഒരുപക്ഷെ ഈ പന്തലിന് കീഴെ കസേരകളിലേക്ക് വന്നില്ലെങ്കിലും പരിസരത്ത് എവിടെയെങ്കിലും കേൾക്കുന്നെങ്കിൽ ഒരു 10-40 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കാൻ മനസ്സ് വെച്ചാൽ ഒരുപക്ഷെ ജീവിതത്തിൽ നിങ്ങൾ തേടി നടന്ന ചില വസ്തുതയ്ക്ക് ഇന്ന് രാത്രി വഴിയോരത്ത് പരിഹാരമാകും. സ്തോത്രം. അതുകൊണ്ട് എത്ര തിടുക്കം ഉണ്ടെങ്കിലും ഒരല്പസമയം അസ്വസ്ഥനാകാതെ നിൽക്കുന്നിടത്ത് നിന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാനുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഒന്ന് സശ്രദ്ധം വീക്ഷിക്കാൻ തയ്യാറാകണം. ഒരു സാധാരണ സുവിശേഷ പ്രസംഗത്തിന്റെ കെട്ടിലും മട്ടിലും ഗാംഭീര്യമായ അക്ഷരക്കൂട്ടുകളുടെ ഒരു ഘനഗാംഭീര്യമായിരിക്കുന്ന ഒരു ചിന്തയിലേക്ക് പോകാതെ ലളിതമായ ഒരു ശാന്തമായ ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. കർത്താവിനെ സ്തുതിക്കാൻ ആർക്കെങ്കിലും പ്രേരണ കിട്ടിയാൽ മടി കൂടാതെ സ്തുതിച്ചോളണം. കർത്താവ് നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. ഈ വാക്യത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉയർച്ച എന്ന വിഷയത്തെ ആസ്പദമാക്കി വാക്യത്തെ 4 തിരിക്കാം. സ്തോത്രം. സൂക്ഷ്മ പരിശോധനയിൽ വാക്യങ്ങളെ
വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെങ്കിൽ 4ആയി തിരിക്കാം. ഒന്നാമത്തത്, ഈ വാക്യം ആഴമായി പരിശോധിക്കുമ്പോൾ ഉയർത്തുന്നൊരു ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കും. ഒരല്പം കൂടി ഞാൻ അതിനെക്കുറിച്ച് തൊട്ടു പുറകെ പറയാം. ഉയർത്തുന്നൊരു ദൈവം ഉണ്ട് എന്ന് ഈ വാക്യം പറയുന്നു. 2, ഈ വാക്യം പറയുന്നു സ്തോത്രം, ഉയർത്താൻ ഒരു കാരണമുണ്ടെന്ന് പറയുന്നു. ഞാൻ വിശദീകരിക്കാതെ, ഉയർത്താൻ ഒരു കാരണമുണ്ട്. 3, ഈ വാക്യം പറയുന്നു ഉയർത്താൻ ഒരു സ്ഥലമുണ്ടെന്ന് പറയുന്നു. സ്തോത്രം, തീർന്നില്ല. 4, ഈ വാക്യം പറയുന്നു ഉയർത്താൻ ഒരു സമയമുണ്ടെന്ന് പറയുന്നു. 4 കാര്യങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. 1, ഉയർത്താൻ ഒരു ദൈവമുണ്ട്. 2, ഉയർത്താൻ ഒരു കാരണമുണ്ട്. 3, ഉയർത്താൻ ഒരു സ്ഥലമുണ്ട്. 4, ഉയർത്താൻ ഒരു സമയമുണ്ട്. ഇത് 4ഉം കൂടി ഇന്ന് രാത്രികാലം ഗ്രഹിച്ചൊന്ന് ഒത്തു വന്നാൽ, സ്തോത്രം, ഹല്ലേലൂയ, ഏപ്രിൽ മാസത്തിലെ വീക്കെൻഡോട് കൂടെ ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ദിവസമാണ്. സ്തോത്രം, ഇന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന, വോട്ട് ചെയ്തിട്ട് വന്ന് ദൈവത്തിന് വചനം കേൾക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ദിവസമാണ്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഈ ദിവസം നിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച് അടുത്തൊരു പടിയിലേക്ക് കയറ്റിവിടാൻ കർത്താവിന് ഹിതമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതിനി പുറകെ വരുന്ന ഒന്നിനെ നീ നോക്കി നിൽക്കണ്ട. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം സ്വീകരിക്കാൻ തയ്യാറായാൽ ദൈവം അത് ചെയ്തിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ 1, 2, 3, 4 എന്ന് വളരെ ഉത്സാഹത്തോടെ അതീവ താല്പര്യത്തോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി സന്തോഷത്തോടും ആത്മനിറവോടും കൂടി വിശദീകരിക്കാൻ തുടങ്ങട്ടെ. ഞാൻ ആദ്യം പറഞ്ഞത് ഉയർത്താൻ ഒരു ദൈവം ഉണ്ടെന്ന്. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കുറെ കഴിയുമ്പോൾ കഷ്ടമൊക്കെ മാറും, തന്നെ അങ്ങ് ഉയർന്നോളും എന്നല്ലല്ലോ. വാക്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. പിള്ളേരൊക്കെ വളരുമ്പോൾ, കാലം മാറുമ്പോൾ, ഞാൻ സുവിശേഷം വീടുകളിൽ പോയി പറയുന്ന ഒരാളാണ്, ഒരു സഭയുടെ ശുശ്രൂഷകൻ കൂടെ ആയിരിക്കുക. സ്തോത്രം, ആളുകളോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, വലിയ കാര്യമായിട്ട് കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയൊക്കെ സ്തോത്രം ആ താഴ്ചയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നൊരു ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ചിലർ പുച്ഛത്തോടെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, പണ്ട് കാലത്ത് ഒരുപാട് പേർക്ക് ഓലപ്പര ഉണ്ടായിരുന്നു, പണ്ട് കാലത്ത് ഒരുപാട് പേർക്ക് കഷ്ടതയുണ്ടായിരുന്നു. ഇപ്പം ആർക്കാ കഷ്ടതയുള്ളത്? ഇപ്പം ആർക്കാ പട്ടിണിയുള്ളത്? ഇപ്പം ആർക്കാ വസ്ത്രം ഇല്ലാത്തത്? അതൊക്കെ കാലം മാറിയ കൂടെ മാറുന്നതല്ലേ. അതിനകത്ത് ദൈവത്തിന് വല്ല കൈയുണ്ടോ എന്ന് ധാർഷ്ട്യത്തോടെ ചോദിക്കുന്ന ആളുകൾ വളരെ ഈശ്വരഭക്തിയുള്ള നമ്മുടെ നാട്ടിൽ ഇല്ലായകയില്ല. അവരെ പോലെ ആരെങ്കിലും ഇന്ന് രാത്രി അളമ്പലുണ്ടെങ്കിൽ പറയാം, ഞങ്ങളുടെ കൂടെ വാ. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാം ഉണ്ടായിരുന്നിട്ടും സ്തോത്രം, ഇന്ന് ഒന്നുമില്ലാത്ത ബിഗ് സീറോ ആയി വെറും സ്തോത്രം കടലാസ് വിരിച്ചുറങ്ങുന്നവരെ ഞങ്ങൾ കാണിച്ചു തരാം. എല്ലാം നഷ്ടപ്പെട്ടവരെ കാണിച്ചു തരാം. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, വർഷങ്ങളോളമായി തലമുറയായി ഒരു കല്ലിന്മേൽ കല്ല് വെക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ഒതുങ്ങിപ്പോയവരെ സ്തോത്രം ആളുകളെ പഠിച്ചാൽ കാണിച്ചു തരാം. എന്നാൽ മറുഭാഗത്ത് ഇങ്ങനെ പറയാം, ദൈവവിശ്വാസവും ഭക്തിയും അകത്ത് കയറുമ്പോൾ കൈത്താങ്ങൾ തരാൻ ആരുമില്ലെങ്കിലും ഈ വാക്യത്തിൽ പത്രോസ് പറയുന്നു, തന്നെ ഉയരുമെന്നല്ല, ഉയർത്താൻ ഒരുത്തൻ വരുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം സ്തോത്രം, നമ്മുടെ ഗതികേട് കൊണ്ട്, ഞാൻ ആരെയോ ലക്ഷ്യം വെച്ച് സംസാരിക്കുന്നത് പോലെ ആത്മാവിൽ പറയുക, നമ്മുടെ ഗതികേട് കൊണ്ട് സ്തോത്രം ലോണിന് പോലും പോയി ചോദിച്ചാൽ കിട്ടിയല്ല. കാരണം നമ്മുടെ ഗതികേട് കൊണ്ട് നമുക്ക് സമയത്തൊന്നും മുമ്പേ എടുത്ത ലോൺ അടയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മുടെ സിവിൽ സ്കോറൊക്കെ പോയി കിടക്കുക. ഇനി അതുപോലെ നമുക്ക് കിട്ടിയല്ല. വായ്പ തരാൻ പോലും ആരുമില്ല, ജാമ്യം നിൽക്കാൻ പോലും ആരുമില്ല, വീട്ടുകാർ പോലും ഇല്ല, പണയം വെക്കാൻ പോലും ഒന്നുമില്ല. അങ്ങനെ ഒരു സ്ഥിതിയിൽ ഇരിക്കുന്നെങ്കിലും സ്വർഗം ഇന്ന് രാത്രി പറയും, നിന്റെ ഏത് സ്കോർ പോയി കിടന്നാലും ദൈവത്തിങ്കിലേക്ക് തിരിയാൻ മനസ്സ് വെച്ചാൽ ഈ നാട് തള്ളിക്കളഞ്ഞവരെ ഉയർത്തിയ ദൈവത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകമാണ് ഈ വിശുദ്ധ ബൈബിള്. ഹല്ലേലൂയ. ഇതിനകത്ത് നശിച്ചവരുണ്ട്, ഇതിനകത്ത് തകർന്നവരുണ്ട്, ഇതിനകത്ത് ശിക്ഷ ഏറ്റുവാങ്ങിയവരുണ്ട്, ഇതിനകത്ത് ഭൂമി വാ പിളർന്ന് വിഴുങ്ങപ്പെട്ടവരുണ്ട്, ഇതിനകത്ത് സ്തോത്രം ഉടഞ്ഞു പോയവരുണ്ട്, ഇതിനകത്ത് തീ ദഹിപ്പിച്ചവരുണ്ട്, ഇതിനകത്ത് ദൈവ കോപത്തിന് ഇരയായവരുണ്ട്. ഇതൊക്കെ സത്യമാണ്. പക്ഷെ അവരെ കുറിച്ച് എഴുതാനല്ല വിശുദ്ധ ബൈബിൾ 40 എഴുത്തുകാരെ ഉപയോഗിച്ചത്.
പിന്നെയോ ഇന്ന് രാത്രി ഞങ്ങൾ പറയും, ആരെങ്കിലും ദൈവത്തോട് അടുക്കാൻ തീരുമാനിച്ചാൽ അവരുടെ ഗതികേട് മാറ്റി ഉയർത്തുന്നൊരു ദൈവമുണ്ടെന്ന് പറയാനാണ് സ്വർഗം ഇതെഴുതിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം ഞാൻ അധികം വിശദീകരിക്കണ്ട, ബൈബിളിനകത്ത് മുഴുവൻ ആ കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. ദൈവം ഉയർത്തിയ വ്യക്തികൾ, അവരെ ഞാൻ ഈ ഓരോരുത്തരെ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് പരിചിതമായിരിക്കുന്ന ഒരു സമൂഹത്തോടാണ് ഞാൻ ദൈവത്തിനെ സംസാരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഉയർത്താൻ ഒരു കാരണമുണ്ട്. ചില ആൾക്കാരുടെ വിചാരം ഇതൊരു ലോട്ടറി അടിക്കുന്നത് പോലെയാ. ചിലരെയൊക്കെ ദൈവം അങ്ങ് ഉയർത്തും. നമ്മളൊക്കെ എന്തോ പറയാനാ, പാവങ്ങൾ. നമ്മളെയൊക്കെ ആർക്ക് വേണം, ദൈവത്തിന് പോലും വേണ്ട എന്ന് പറഞ്ഞ് ചതഞ്ഞ് ജീവിക്കുന്നവരുണ്ടമ്മേ. അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ സമൂഹത്തോട് ഇടപെടണം, അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. അവർ തന്നെ പറയും, സ്തോത്രം, നമുക്കിനി എന്താ പ്രതീക്ഷ, നമ്മളോട് ദൈവം പോലും കരുണ കാണിക്കുന്നില്ല. നിങ്ങളെയൊക്കെ സഹായിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു, നിങ്ങളെയൊക്കെ കരുതാൻ ആൾക്കാരുണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ സാഹചര്യങ്ങൾ ഒത്തുവന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും ഉയരാൻ പറ്റിയത്. ഇന്ന് രാത്രി ഞങ്ങളുടെയൊക്കെ പലരുടെ അനുഭവത്തിലേക്ക് പോകാനുള്ള സാഹചര്യം എടുക്കുന്നില്ല, ബൈബിൾ തന്നെ പറയാൻ ആഗ്രഹിക്കുക. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാം, സ്തോത്രം, ഉയർത്താനുള്ള കാരണം ഈ 6-ാം വാക്യത്തിലില്ല. 6-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് എന്നൊരു വാക്കോട് കൂടിയാ. അതുകൊണ്ട് എന്നൊരു വാക്കോട് കൂടി തുടങ്ങുന്നത് കൊണ്ട് നാം മനസ്സിലാക്കണം, എന്തോ റീസൺ പുറകിലുണ്ട്. സ്തോത്രം. അങ്ങനെ വേണമല്ലോ വായനയിൽ പിടിച്ചു കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി യോഗത്തിന് വന്നു, എന്നെ ക്ഷണിച്ചു, അതുകൊണ്ട് ഞാനിവിടെ വന്നു. എന്നെ എന്തുകൊണ്ട് ഇന്ന് രാത്രിക്കാരൻ അധ്യക്ഷൻ ഈ പുൾപ്പിറ്റിലേക്ക്, സ്തോത്രം, ഇത്രയും കർത്തൃദാസന്മാർ എല്ലാവരും ഉണ്ടായിട്ട് വിളിക്കാൻ കാരണം എന്നെ അതിനെ നിയോഗിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി മൈക്ക് എനിക്ക് തന്നു. ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. എന്നതുപോലെ ഈ വാക്ക് തുടങ്ങുന്നത് അതുകൊണ്ടെന്നാണ്. അതുകൊണ്ട് എന്ന് തുടങ്ങിയത് കൊണ്ട് നാം മനസ്സിലാക്കണം, തൊട്ടുപുറകിൽ കാരണം കിടക്കുന്നുണ്ട്. തൊട്ടുപുറകിലെ കാരണം എന്താ? ഇത്രയേ ഉള്ളൂ. 5-ാം വാക്യം തീരുന്നത്, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു എന്നെഴുതിയിട്ടാ പറയുന്നത്. അതുകൊണ്ട് ദൈവം നിങ്ങളെയും തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്. അപ്പൊ ഉയർത്താനുള്ള കാരണം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് വഴിപാടുകളും നേർച്ചകളും കൊടുത്തത് കൊണ്ടോ, ഒത്തിരി ധ്യാനവും ഉപവാസവും യോഗവും എല്ലാം പങ്കെടുത്തത് കൊണ്ടോ, ഇതൊക്കെ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കുന്നവർക്കറിയാം, ഞാൻ ഒരുപാട് യോഗങ്ങൾ നടത്തുന്ന ആളുകളാണ്. സ്തോത്രം. എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി ആളുകൾ ഇങ്ങനെ ധ്യാനവും പ്രാർത്ഥനയൊക്കെ കൂടി നടന്നിട്ടും വേണ്ടും വണ്ണം കാര്യങ്ങളിലേക്ക് കിടക്കാത്തത് കൊണ്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടും വണ്ണം മാറ്റം വരാതിരിക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കണം. ഈ വാക്യത്തിൽ പത്രോസ് പറയുന്നു, തന്റെ അനുഭവത്തിലൂടെ പറയുന്നു, ദൈവം ഒരുവനെ ഉയർത്തുന്നത് അത് ദൈവത്തിന് കൃപയുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമുക്ക് കഴിവുള്ളത് കൊണ്ടോ, നമുക്ക് സഹായിക്കാൻ ആരെങ്കിലും ഉള്ളത് കൊണ്ടോ, നമ്മുടെ സമയം നല്ലതായത് കൊണ്ടോ, നമ്മുടെ സ്തോത്രം പ്രത്യേകമായി ആരെങ്കിലും നമ്മളെ കൈത്താങ്ങൾ തരാനുള്ളത് കൊണ്ടല്ല. ഇതൊന്നും ഇല്ലെങ്കിലും ഇന്ന് രാത്രി കേൾക്കുന്ന വചനം വിശ്വസിക്കാൻ തയ്യാറായാൽ അവർക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. സ്തോത്രം. ഒരു സാധ്യതയില്ലാത്തവർക്ക് മഹാദൈവം കൊടുക്കുന്ന അസാധ്യമായ ഒരു സാധ്യതയുടെ മണ്ഡലമാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. പത്രോസ് പറയുന്നു, ദൈവം ഒരുവനെ ഉയർത്താനുള്ള കാരണം ദൈവത്തിന്റെ കൃപയാണ്. അതും അദ്ദേഹത്തിന്റെ അനുഭവമാണ്. സ്തോത്രം. അതിന് ഞാനൊരു വാക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. കൃപയാണ് ഒരുവനെ ഉയർത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്, 10-ാം അധ്യായം, അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ലായിരിക്കും. എങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ബോധ്യമാക്കാൻ വേണ്ടി 10:2 മത്തായി ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കും. ദയവായി ബൈബിളിലേക്ക് നിങ്ങൾ നോക്കിക്കോ, ശ്രദ്ധിച്ചു. 12 അപ്പോസ്തലന്മാരുടെ പേരാണിത്. ശരി, അടുത്തത്. ഒന്നാമൻ പത്രോസ് എന്ന് പേരുള്ള ശീമോൻ. ഒന്നാമൻ പത്രോസ് എന്ന് പേരുള്ള ശീമോൻ. അവന്റെ സഹോദരൻ അന്ത്രയോസ്. അവന്റെ സഹോദരൻ അന്ത്രയോസ്. സെബദിയുടെ മകൻ യാക്കോബ്. സെബദിയുടെ മകൻ യാക്കോബ്. അവന്റെ സഹോദരൻ യോഹന്നാൻ. അവന്റെ സഹോദരൻ യോഹന്നാൻ. ഫിലിപ്പോസ്. മതി. സ്തോത്രം. ഇനി അങ്ങ് ലിസ്റ്റ് കിടക്കുക. നമുക്ക് അത്രയും പേരുടെ അപ്പോസ്തലന്മാരുടെ പേരൊന്നും ഈ രാത്രി കൺവെൻഷൻ മുഴുവൻ വായിക്കണ്ട.
അതിനല്ലത് വായിപ്പിച്ചത്. ഇപ്പോൾ ഇത് വായിപ്പിച്ചത്രയേ ഉള്ളൂ. ഒരു മനുഷ്യനെ ഉയർത്തുന്നത് കൃപയാണെന്ന് പറയാനാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാണ് ആളുകളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഉയർത്തുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതിന് വഴികളുണ്ട്. അത് ഞാൻ അതിൽ കിടക്കാതെ ഞാൻ ഈ വിഷയത്തിലേക്ക് കിടക്കാം. ഇവിടെ വായിച്ചത് കണ്ടോ? അപ്പോസ്തലന്മാരുടെ പേരെഴുതിയിരിക്കുക. പേരെഴുതിയപ്പോൾ തുടങ്ങിയത് ഇങ്ങനെയാണ്: ഒന്നാമൻ പത്രോസ്, രണ്ടാമൻ, സ്തോത്രം, മൂന്നാമൻ. അങ്ങനെയൊന്നും അവിടെ ഇല്ല. അങ്ങനെയൊന്നും അവിടെ ഇല്ല. രണ്ടാമൻ അന്ത്രയോസ് അവിടെ ഉണ്ടോ? ഇല്ല. മൂന്നാമൻ ഉണ്ടോ? ആ ടീമിൽ രണ്ടാമനും മൂന്നാമനൊന്നും ഇല്ല. പക്ഷെ ഒന്നാമനുണ്ട് താനും. സ്തോത്രം, മനസ്സിലായോ? അപ്പോസ്തലന്മാരുടെ 12 പേരുടെ ആ ടീമിനകത്ത് പരിശുദ്ധാത്മാവ് മറക്കാതെ എഴുതിച്ചു: ഒന്നാമൻ പത്രോസ്. പിന്നെ മറ്റവരുടെ പേരെഴുതിയെന്നേ ഉള്ളൂ. 2, 3 ഒന്നും എഴുതിയിട്ടില്ല. സ്തോത്രം. ഇത് വായിച്ചപ്പോൾ എൻ്റെ ദൈവദാസന്മാരെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഈ ടീമിൽ ഒന്നാമനാക്കാൻ ഈ കക്ഷിയെ മാത്രമേ ദൈവം കണ്ടോളൂ. കാരണം ഇതിനകത്ത് ഒന്നാമനാക്കാൻ വേറെ എത്രയോ പേരുണ്ട്. യോഹന്നാൻ മോശക്കാരനാണോ? യേശുക്രിസ്തുവിന്റെ മാറോട് ചാരിയിരുന്നവനെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. തന്നെയല്ല, കർത്താവിന്റെ ഒരു ഫസ്റ്റ് കസിനായിട്ട് വരും. ജന്മം കൊണ്ട് സഹോദരിയുടെ പുത്രനാണ്. സ്തോത്രം. യാക്കോബ് മോശക്കാരനാണോ? പലരും ഇതിനകത്ത്, എൻ്റെ ഒരു നിരീക്ഷണത്തിനകത്ത്, ഒരു മലയാളി കണ്ണുകൊണ്ട് നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നതിൽ വളരെ സൂക്ഷ്മ ദൃഷ്ടിയുള്ള ആളുകളാണ് മലയാളികൾ. അതുകൊണ്ട് അങ്ങനെ ഒരു മലയാളി കണ്ണുകൊണ്ട് ഞാൻ ഈ ടീമിനെ നോക്കിയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവിന് തെറ്റുപറ്റി. കാരണം ഇതിനകത്ത് ഒന്നാമനാകാൻ പറ്റിയ മിടുക്കന്മാരുണ്ടായിരുന്നിട്ടും പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയാൽ അവിടെ തൂണെ ചാരിയിരുന്ന് ഉറങ്ങുന്നവൻ, സ്തോത്രം, ഒന്നിലധികം പ്രാവശ്യം തള്ളിപ്പറഞ്ഞവൻ, എന്ത് കാര്യത്തിന് എടുത്തിയാട്ടം നടത്തുന്നവൻ, ഒരു നേതാവിന്റെ യാതൊരു ഗുണങ്ങളും കൂടെ കൊണ്ട് നടന്ന കാലത്തില്ലാത്തവൻ, ആ മനുഷ്യനെ കയറ്റി ഒന്നാമനാക്കി വെച്ചത്. സ്തോത്രം, മനസ്സിലാകുന്നോ? അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങൾ പേടിക്കണ്ട. മിടുക്കന്മാര് പലരും നിങ്ങളുടെ അപ്പന്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലുണ്ടെങ്കിലും ഈ കൃപ കിട്ടാൻ തുടങ്ങിയാൽ പിന്നെ ദൈവമാണ് നിശ്ചയിക്കുന്നത് നിന്റെ നാട്ടിൽ നീ ആരാകണമെന്ന്. ഹല്ലേലൂയ. ഈ കൃപ കിട്ടാൻ തുടങ്ങിയാൽ നിന്റെ ടീമിൽ നീ ആരാകണമെന്ന് നിശ്ചയിക്കുന്നത് ദൈവമാണ്. മക്കളെ, നിന്റെ സ്കൂളിൽ ഈ ദൈവത്തിന്റെ കൃപ നിനക്ക് കിട്ടാൻ തുടങ്ങിയാൽ നീ ഇന്ന് വരെ പോയതുപോലല്ല. ഇത് നിനക്ക് ലഭിക്കാൻ തുടങ്ങിയാൽ പിന്നെ ദൈവമാ നിശ്ചയിക്കുന്നത്. ഇതുവരെ വന്നവരാണോ ഇനി മികച്ചു നിൽക്കേണ്ടത്, അതെയോ കൃപ കിട്ടിയ നീയാണോ ഇനി കാര്യങ്ങൾ നടത്തേണ്ടത്, മുമ്പിൽ നിൽക്കേണ്ടത്, ഒന്നാമനാകേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് ഇവിടത്തെ കാര്യമല്ല, എന്റെ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ കർത്താവിന്റെ കൃപ കിട്ടാൻ വേണ്ടി, സ്തോത്രം, ഹല്ലേലൂയ, അവൻ നിങ്ങളെ ഉയർത്താൻ വേണ്ടി സ്വർഗം ഒരു ചാൻസ് ഈ സുവിശേഷ യോഗത്തിലൂടെ നിങ്ങൾക്ക് തരുമ്പോൾ, പഠിക്കാൻ പോയ കാലത്ത് വേണ്ടുമെന്നും പഠിക്കാൻ പറ്റിയില്ല. മാതൃഭാഷയല്ലാതെ മറ്റൊരു ഭാഷ ഒരുപക്ഷെ ഇന്ന് വരെ നാവിന് വഴങ്ങിക്കാണില്ല. സ്തോത്രം. നിന്റെ ഗ്രാമവും നിന്റെ ജില്ലയും വിട്ട് പുറത്തു പോകാൻ ഇതുവരെ പറ്റിക്കാണില്ല. പറയത്തക്ക ഒരു തൊഴിലില്ലായിരിക്കാം. ഒരുപക്ഷെ ഓർമ്മയിൽ 8 or 10 കൂട്ടം തൊഴിലുകൾ ബിസിനസ്സുകളും നടത്തിയിട്ട് എല്ലാം പരാജയത്തിലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ നാട്ടിൽ വചനം പറയാൻ വന്ന് എന്നോട് പറയാൻ പറയുന്നു, ഞാൻ കൃപ കൊടുക്കാമെന്ന് പറ. അത് സ്വീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, മുൻപന്മാരെ പിൻപന്മാരാക്കുന്ന എന്റെ ദൈവത്തിന്റെ കരുണ ഇന്ന് രാത്രി നിന്റെ വീട്ടിലേക്ക് ചാല് കീറി ഒഴുകാൻ തുടങ്ങിയ ഈ രാത്രികാലം അത് നിന്റെ വീട്ടിൽ സ്വീകാര്യമായാൽ, ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമക്കളെ ഏറ്റെടുത്തേ. സ്വർഗം ഇന്ന് രാത്രി ചിലരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്നു, നീ ഒരുപാട് കരഞ്ഞവനാണ്, നീ ഒരുപാട് കറങ്ങി കറങ്ങി ദൈവത്തിന്റെ സന്നിധിയിൽ വന്നവനാണ്, ഇതുവരെ ഈ കാര്യങ്ങൾ നേരെയായിട്ടില്ല, നിനക്കിപ്പോഴും പരിഭവമുണ്ട്. മറ്റു പലരും നിന്റെ കൂടെ ഓടിയവരൊക്കെ ഓടിക്കേറിപ്പോയി, ചെല്ലേണ്ടടത്ത് ചെന്നു, എത്തേണ്ടടത്തെത്തി. എന്നാൽ ഇന്ന് രാത്രിക്കാലം ആശങ്ക മാത്രം കൈമുതലാക്കി അടുത്ത കാര്യങ്ങൾക്കോ അടുത്ത
തലമുറയ്ക്കോ ഒന്നും കരുതി വെക്കാതെ ഭാരത്തോടിരിക്കുന്നവരോട് പറയാം, ഞാൻ എന്റെ കൃപ തരാം. എത്ര പേര് സ്വീകരിക്കാൻ തയ്യാറാകും? നിന്റെ രോഗം സൗഖ്യമാകാൻ, നിന്റെ ഗതികേട് മാറാൻ, നിന്റെ പണം ചോർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ചില വഴികൾ അടയാൻ, നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ, നിനക്ക് ദൈവകൃപ ലഭിക്കാൻ ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ ദൃഷ്ടി വെക്കുക. അതിന് തയ്യാറായാൽ സ്വർഗം ഈ രാത്രി പറയുന്നതല്ല, അതുപോലെ നിറവേറ്റി പത്രോസിനെ പോലെ ഒരു ദിവസം പറയാൻ അവസരം തരും. ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ബാക്കി എന്തിനേക്കാൾ ദൈവകൃപ വേദപുസ്തകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സർവശക്തനായ ദൈവം കൊടുക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ദൈവീക പകർച്ചയാണ് ദൈവത്തിന്റെ കൃപ. സ്തോത്രം. ഹല്ലേലൂയ. ആ കൃപയാണ് ഉയർത്താൻ കാരണമെന്ന് അത് അനുഭവിച്ച പത്രോസ് പറയുന്നു. കരമുയർത്തി എല്ലാവരും കൂടി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. 3ഉം 4ഉം കുറച്ചുകൂടെ ഗൗരവമാണ്. അതിലേക്ക് കടക്കുകയാണ്. അസ്വസ്ഥരാകാതെ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, 2 സാധ്യതകൾ. ഒന്ന്, ഉയർത്തുന്നത് ദൈവമാണ്. എല്ലാം കയ്യിലുണ്ടായിട്ടും ഉയരാതെ പോയ ഒരുപാട് പേര് ഈ ലോകത്തിലുണ്ട്. എന്നാൽ ഒരു സാധ്യതയും ഇല്ലാതിരുന്നിട്ടും ദൈവത്താൽ ഉയർത്തപ്പെട്ടവരുണ്ട്. സ്തോത്രം. അതിൻ്റെ കാരണം നമ്മൾ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് ചെയ്തതൊന്നുമല്ല. ദൈവത്തെക്കുറിച്ച് കേട്ടപ്പോൾ, ദൈവത്തെ അറിഞ്ഞപ്പോൾ, വിശ്വസിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ, യേശുക്രിസ്തു രക്ഷകനാണെന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ, അതിന് നിന്റെ വീട്ടിലേക്ക് കൂടെ കൂടെ ഇരിക്കുന്ന കർത്തൃദാസന്മാരിൽ ആരെങ്കിലും ഒരാളെ, ഒരു പാവപ്പെട്ട സുവിശേഷകനെ കണ്ടാ വലിയ ലുക്കൊന്നുമില്ലെങ്കിലും സ്വർഗം കൂടെ കൂടെ വീട്ടിലേക്ക് അയച്ചപ്പോൾ പടിയടച്ചിറക്കി വിടാതെ ആത്മസ്നേഹത്തിൽ സ്വീകരിക്കാൻ തയ്യാറായാൽ അന്നു മുതൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു കൃപ സ്വർഗം പകരാൻ തുടങ്ങും. സ്തോത്രം. കേരളക്കരയിൽ എണ്ണിയാൽ തീരാതെ വണ്ണം എത്രയോ പേരെ കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളായി സ്വർഗസ്ഥനായ ദൈവം തന്റെ കൃപ കൊണ്ട് ഉയർത്തി. അവരുടെ സന്തതികളെ എത്രയോ സ്ഥലങ്ങളിൽ വെച്ച് യാത്രകൾ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. സർവശക്തൻ കൃപ കൊടുത്ത് ഉയർത്തിയവരെ. അതിന്ന് രാത്രി ആ വാതിൽ അടഞ്ഞിട്ടില്ലെന്നാണ് ഈ കൺവെൻഷനിൽ വിളിച്ചു പറയുന്നത്. അതിന്ന് രാത്രി സ്വീകരിക്കാൻ തയ്യാറാകണം. ഒരുപക്ഷെ എൻ്റെ സമയത്തിനുള്ളിൽ ഇതെല്ലാം നിങ്ങൾക്ക് അക്കമിട്ട് പറഞ്ഞു തരാൻ പറ്റിയില്ലെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ വിശ്വാസകത്ത് വന്നാൽ, നിങ്ങൾ രഹസ്യത്തിലാണെങ്കിലും ഈ യോഗത്തിന് സംഘാടകരുടെ ആരുടെയെങ്കിലും ഫോൺ നമ്പർ ആ ബോർഡിൽ എവിടെയെങ്കിലും കാണും, ഈ നോട്ടീസിൽ എവിടെയെങ്കിലും കാണും, തപ്പിയെടുത്ത് വെക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് രഹസ്യത്തിലാണെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അകത്ത് വന്ന ധാരണ നിങ്ങൾ ഉറപ്പിച്ചെടുക്കാൻ തയ്യാറാകണം. ശത്രു ഇത് നിങ്ങളുടെ മനസാക്ഷിയിൽ നിന്ന് മറച്ചു കളയുന്നതിനേക്കാൾ മുമ്പ് ഈ സത്യത്തെ മുറുകെ പിടിച്ചാൽ, ദൈവാത്മാവെന്നോട് പറയുന്നു, നീ ജീവിതത്തിൽ അനുഭവിച്ച 42 കൊല്ലം അനുഭവിച്ച വേദനകൾക്ക് വിരാമം കുറിക്കാൻ എന്റെ കൃപ തരുമെന്ന് അക്കമിട്ടാരോടോ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. അത് നിറവേറ്റിയെടുക്കാൻ മനസ്സ് വെച്ചാൽ സ്വർഗം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. 3ാമത്തെ കാര്യം, ഈ വാക്യത്തിൽ 3ാമത്തെ കാര്യം, എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടന്നതുകൊണ്ട് ഉയർത്താമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഉയർത്താൻ ഒരു സ്ഥലമുണ്ട്. ഉയർത്താൻ ഒരു സ്ഥലമുണ്ട്. ഏതാണ് ആ സ്ഥലം എന്നിവിടെ നോക്കിയാൽ, സ്തോത്രം, ഗൂഗിൾ തപ്പിയാലൊന്നും കിട്ടിയല്ല. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്. ആ സ്ഥലത്തിന് അവിടെ എഴുതിയിരിക്കുന്ന പേരിതാണ്, ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ബൈബിളിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. സ്തോത്രം. ഈ ബൈബിള് മനുഷ്യന് വളരെ പരിചിതമായ, അക്ഷരാഭ്യാസവും സ്കൂളിൽ പോലും പോയിട്ടില്ലാത്ത അപരിഷ്കൃതനായിരിക്കുന്ന ഒരു മനുഷ്യന് വായിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെ പറഞ്ഞു തരുമ്പോൾ കേട്ടാൽ പിടികിട്ടുന്ന ഭാഷ കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. അതുകൊണ്ട് ഈ ബൈബിൾ വായിക്കുന്നവർക്കറിയാം, ഇരുട്ട്, വെളിച്ചം, വെള്ളം, സൂര്യൻ, അതുപോലെ ജീവൻ, കയ്യ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമുക്ക് ചേരാത്ത, ലോജിക്കല്ലാത്ത സ്ഥാനത്തെല്ലാം കയറി വരും. അവിടെ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ പൊരുൾതിരിക്കലുകൾ ആവശ്യം വരും. നിങ്ങൾ ബൈബിളിനോട് അടുക്കാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ, വീട്ടിൽ ഇരുന്നൊരു ബൈബിൾ മേടിച്ച് വായിച്ചാൽ നിങ്ങൾക്കൊരു വായനക്കാരനാകാം.
ചിലതൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കാൻ ചെയ്തേക്കാം, ചില ചരിത്രങ്ങളും ചില കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിനകത്തെ ആത്മീക രഹസ്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഇതുപോലെ പരിശുദ്ധാത്മാവിൽ ഈ കാര്യങ്ങൾ വിശദമാക്കുന്നിടത്ത് വരണം. അല്ലെങ്കിൽ ഇത് സ്തോത്രം വെറുതെ നമ്മുടെ അലമാരിക്കകത്തൊരു അനേക പുസ്തകങ്ങൾക്കിടയിൽ ഒരു പുസ്തകമായിട്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വക വാക്കുകളെ വ്യാഖ്യാനിക്കപ്പെടണം. ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ. ദൈവത്തിന്റെ കൈ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ഒരു പ്രധാന പ്രസംഗ വിഷയമാണ്. എത്രയോ വാക്യങ്ങൾ വേണമെങ്കിൽ ഒരു 6-7 ദിവസങ്ങൾ അടുപ്പിച്ച് നിന്ന് പഠിക്കാനും പഠിപ്പിക്കാനും ഗ്രഹിക്കാനും സന്തോഷിക്കാനും വകയുള്ളൊരു പ്രഭാഷണ വിഷയമാണ് ബൈബിളിലെ ദൈവത്തിന്റെ കൈ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സ്തോത്രം, കർമ്മേലിന്റെ കൊടുമുടിയിൽ തീയിറക്കി യഹോവയാണ് ദൈവമെന്ന് തെളിയിച്ചനന്തരം സ്തോത്രം ആഹാബിനോട് ഏലിയാവെന്ന ദൈവത്തിന്റെ ആത്മീക ദീർഘദർശിയായ പ്രവാചകൻ രഥം പൂട്ടി ഓടിക്കൂ, വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്, മഴ നിന്നെ തടുക്കാതിരിക്കാൻ രഥം പൂട്ടി ഓടിക്കോ എന്ന് പറഞ്ഞപ്പോൾ 6 കുതിരകളെ കെട്ടുന്ന രഥമാണ് അന്നത്തെ രാജാക്കന്മാരുടെ രഥം എന്ന് പറഞ്ഞു വരുന്നു. സ്തോത്രം, അറിവുള്ള ആളുകൾ അവർ പറഞ്ഞത് സത്യമാണെങ്കിൽ 6 കുതിരകളെ പൂട്ടി രാജകീയ രഥം സ്തോത്രം തെളിച്ച് സാരഥി കൊണ്ടുപോയി. ഏലിയാവെന്ന കർമ്മധീരൻ ഒറ്റപ്പെട്ടവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധനായ ദൈവം തന്റെ തിരുവെഴുത്തിൽ എഴുതി വെച്ചു, യഹോവയുടെ കൈ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ കൈ ഇറങ്ങി വന്നതോടുകൂടെ 6 കുതിരകളെ കെട്ടുന്ന രഥത്തെ തോൽപ്പിച്ചുകൊണ്ട് ഏലിയാവെന്ന് പറയുന്ന മനുഷ്യൻ ആദ്യം ഓടി എത്തേണ്ടിടത്തെത്തിയെന്ന് ഇന്ന് രാത്രി നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ആ കൈ ഒന്ന് ഇറങ്ങി വന്നാൽ, ആ കരത്തിന്റെ ചോട്ടിലേക്ക് വന്നാൽ, ആ കൈയുടെ സ്പർശനം ഒന്നുണ്ടായാൽ, ആ വിരലൊന്ന് തൊട്ടാൽ, ആ കൈ ഒന്ന് നിന്റെ തലയ്ക്ക് മീതെ കൂടെ, അയ്യോ ഞാൻ ആത്മാവിൽ കാണുക, ഇങ്ങനെ ഒന്ന് ഓടിച്ചാൽ അധികാരത്തിന്റെയും ഹുങ്കാരത്തിന്റെയും പ്രതാപം കൊണ്ട് ആത്മീകതയെ തച്ചുടയ്ക്കുന്ന ചില ആഹാബുമാരുടെ ദുഷ്ടശക്തിക്ക് നേരെയല്ല, അവനെ ഓവർടേക്ക് ചെയ്യാൻ ഇന്ന് രാത്രി ചിലർക്ക് കൃപയുള്ള ശുശ്രൂഷയുള്ള അഭിഷേകമുള്ള ചിലർക്ക് ഇന്ന് രാത്രി ആ കരം വരമായി തരാൻ ദൈവം വിശ്വസ്തനാണ്. പറയുന്നത് ഒരല്പമെങ്കിലും ഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അങ്ങനെ ദൈവത്തിന്റെ കൈ മാത്രമായിട്ട് കോഴിയുടെ തൂവല് പറഞ്ഞു പോരുമോ എന്നും ചോദിച്ച് കണ്ണും മിഴിച്ചിരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വ്യാഖ്യാനിച്ചെടുക്കേണ്ട സത്യമാണ്. ഞാൻ പറയാം 2 മിനിറ്റുകൾക്കുള്ളിൽ, കേൾക്കണേ. ഹല്ലേലൂയ. അസ്ഥി താഴ്വരയുടെ നടുവിൽ ഒരു മനുഷ്യനെ കൊണ്ട് നിർത്തിയിട്ട് ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചു. ചതറിക്കിടക്കുന്ന ഈ വരണ്ട അസ്ഥികളെ സ്തോത്രം, ഹല്ലേലൂയ, മനുഷ്യനാക്കി മാറ്റണം. പോരാ, സൈന്യമാക്കി മാറ്റണം. ഹല്ലേലൂയ. യാതൊരു മെഡിക്കേഷനും ഇല്ലാതെ, യാതൊരു ടെക്നോളജിയും ഇല്ലാതെ ഈ ഒറ്റയാനായ പ്രാർത്ഥനാ മനുഷ്യനെ, ആ പ്രവാചകനെ ചതറിക്കിടക്കുന്ന അസ്ഥികൾക്കിടയിൽ കൊണ്ട് നിർത്തി ദൈവം ഒറ്റ കാര്യം ചെയ്തു. ഈ ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ കര, ആ കര ഈ മനുഷ്യന്റെ മേൽ ദൈവം അയച്ചു. ആ കരമിറങ്ങി വന്നതോട് കൂടെ ഒരിക്കലും ചേരില്ല എന്ന് തോന്നിയ ചില ബന്ധങ്ങൾ അത് കൂടി ചേരാൻ തുടങ്ങി. ഇനി യാതൊരു ഉപയോഗം വരില്ല, വളത്തിന് പോലും കൊള്ളില്ല എന്ന് പറഞ്ഞ് ഉണങ്ങിപ്പോയ വിഷയങ്ങളെ എന്റെ ദൈവം കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഇവിടെ ശുശ്രൂഷയുടെ കൈമാറ്റം പോലും ഈ UPF കൺവെൻഷനിൽ നടക്കുക. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ഞാൻ ഈ പറയുന്ന കൈക്ക് അതിന് ഇന്ന് രാത്രി ഇവിടെ ഈ ദേശത്ത് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്തൃദാസന്മാരുടെ ആത്മപ്രേരണയിൽ പറയാം, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ചില മേഖലകളിൽ എന്നെയും നിങ്ങളെയും നിർത്തിയാൽ അതിന്റെ നയാ പൈസ വണ്ടിക്കൂലി പോലും ഇല്ലെങ്കിലും ഈ ദൈവത്തിന്റെ കൈ ആരുടെ കൂടെ ഉണ്ടോ അവര് ചില ബന്ധങ്ങളെ ചീത്തയാക്കുമെന്നല്ല, ഒരിക്കലും അടുക്കാത്ത ചില ബന്ധങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ദൈവത്തിന്റെ സൈന്യമായി അവരെ നിർത്താനുള്ള കൃപ കൂടെ ദൈവം പകർന്നു തരാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. തീർന്നില്ല, കൈ തെളിഞ്ഞു വന്നില്ല. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ശീലമനുസരിച്ച് കൈയടിച്ച് നമ്മൾ 1 മണിക്കൂർ തയ്ക്കും, കൈ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ സംഭവം തെളിഞ്ഞു വരണം. നിയോഗം കഴിയുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന മിടുക്കന്മാരും മിടുക്കിമാരുമായ കുഞ്ഞുങ്ങൾ, 5-ലോ 6-ലോ 7-ലൊക്കെ പഠിക്കുന്ന ഈ മക്കൾ
സ്വത്രം അവർ നിങ്ങളിൽ പറയേക്കാളും ശ്രദ്ധിച്ച് എൻ്റെ വചനം കേൾക്കുന്നുണ്ട്. മറ്റു പല സ്ഥലത്തും കാണാത്ത അറ്റൻഷൻ EBS ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും മിടുക്കന്മാരെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ഇത്രയും ശ്രദ്ധിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നിങ്ങൾ അത്താഴം കൊണ്ട് കഴിഞ്ഞ് കിടക്കുന്നതിനേക്കാൾ മുമ്പ് ഈ കുഞ്ഞുങ്ങളിൽ ഒരാൾ വന്ന് നിങ്ങളോട് ചോദിക്കാതിരിക്കട്ടെ, മമ്മി ഇന്ന് രാത്രി പ്രസംഗിക്കാൻ വന്ന ആ കർത്തൃദാസൻ പ്രസംഗിച്ചത് മമ്മി കേട്ടോ? ദൈവത്തിന്റെ കൈക്കീഴിൽ പോയിരുന്നാൽ ഈ ദൈവം ഉയർത്തൂ എന്നല്ലേ പറഞ്ഞത്? മമ്മി പറ, ദൈവത്തിന്റെ കൈക്കീഴ് എവിടാന്ന് പറ, ഞാൻ പോയിരിക്കാം എന്ന് നിങ്ങളുടെ മോൻ ചോദിച്ചാൽ നിങ്ങൾ എവിടെ ചൂണ്ടിക്കാണിക്കും? നിങ്ങൾ എവിടെ ചൂണ്ടിക്കാണിക്കും? നാളെ യോഗത്തിന് വരുമ്പോൾ നിങ്ങളുടെ കർത്തൃദാസനോട് ചോദിച്ചാലും സ്തോത്രം എവിടെ ചൂണ്ടിക്കാണിക്കും? ഈ കുഞ്ഞുങ്ങൾ ചോദിക്കുക നിഷ്കളങ്ക മനസ്സോടെ, ദൈവത്തിന്റെ കൈ കീഴെ പോയിരുന്നാൽ ഉയർച്ച കിട്ടുമെന്നോർത്ത് വീടിന്റെ ഭാരമറിയാവുന്ന ഈ പൊന്നോമനകൾ ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം വേണ്ടേ? ഒരിക്കലും കീറാമുട്ടി പോലെ കിടക്കുന്ന കുറെ വാക്കുകൾ കൊണ്ട് സംയോജിതമായി എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ നിരാശപ്പെടുത്താൻ പറ്റുമോ? ഇതിനൊരു മറുപടി വേണ്ടേ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ വാക്യത്തെ ദൈവത്തിന്റെ കൈക്കീഴിൽ എന്ന് പറയുന്ന സ്ഥലത്തെ സ്തോത്രം നമ്മൾ ഗ്രഹിക്കണം. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, ഒത്തിരി വ്യാഖ്യാനിക്കാനും ഒരുപാട് ഭാഷകളിലേക്കൊന്നും പോകണ്ട. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കണം. ദൈവം ക്ഷണിക്കുകയാണ്. എന്തിനു വേണ്ടി ക്ഷണിക്കുകയാണ്? ഞാൻ നിന്നെ ഉയർത്താം. നിനക്കെതിരെ ആരാഭിചാരം ചെയ്താലും നീ ഉയരാതിരിക്കാൻ വേണ്ടി ഇനി എന്തൊക്കെ കലക്കി തന്നിട്ടുണ്ടെങ്കിലും നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഉയർത്താം. അതിനെയെല്ലാം തോപ്പിക്കുന്ന കൃപ ഞാൻ നിനക്ക് തരാം. അത്രയും പറഞ്ഞാണല്ലോ നിർത്തിയത്. ദൈവം ഒരു കാര്യം പറയുന്നു, അതിനൊരു കാര്യം ചെയ്യണം, നീ എൻ്റെ കൈക്കീഴിലേക്ക് വരണം എന്ന് പറഞ്ഞ് നമ്മൾ കൈതപ്പി നടന്നാൽ അവിടെ പോകും. സ്തോത്രം. ഒറ്റ മറുപടി ഞാൻ പറയാം. ഒരു മനുഷ്യന്റെ കൈക്കീഴിലേക്ക് വരണം. ഞാനാ പറയുന്നതെന്ന് ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചേ. എൻ്റെ കൈക്കീഴിൽ വാട മോനെ, ഞാൻ നിന്നെ ഉയർത്താം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അവിടെ കസേരയിൽ ഇരിക്കുന്ന റോട്ടിൽ നിൽക്കുന്ന നിങ്ങൾ എൻ്റെ അടുക്കലെത്താതെ എൻ്റെ കൈക്കീഴ വരവ് നടക്കുമോ? സ്തോത്രം. നടക്കുകയല്ല. അവിടെ ഇരുന്നോണ്ട് ഇന്ന് രാത്രി യോഗം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ലൈറ്റ് ഓഫ് ചെയ്ത് നിങ്ങളുടെ സിറ്റ് ഔട്ടിൽ ഇരുന്നുകൊണ്ടായിരിക്കും കേൾക്കുന്നത്. പക്ഷെ അവിടെ ഇരുന്നത് കേൾക്കാം. പക്ഷെ ദൈവത്തിന്റെ കൈക്കീഴിലേക്ക് വരാൻ ദൈവം ഒരു ആഹ്വാനം ചെയ്താൽ നിങ്ങൾ ചില നടപടികൾക്ക് തയ്യാറാകണം. സ്തോത്രം. മിനിമം ഈ ദൈവത്തിന്റെ അടുക്കലെത്താതെ ഈ കൈക്കീഴ് വരവ് നടക്കുകയല്ല. ദൈവം വാസ്തവത്തിൽ ആ പ്രയോഗം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പരിശുദ്ധാത്മാവ് പത്രോസിനെ കൊണ്ട് ഇത് എഴുതിച്ചപ്പോൾ വാസ്തവത്തിൽ എന്താണ് ഉദ്ദേശിച്ചത്? ഇത്രയേ ഉള്ളൂ, നീ മനുഷ്യൻ ദൈവമായിട്ട് അകന്നു പോയത് വേറൊന്നിനകത്തുമല്ല. സ്തോത്രം. നമ്മുടെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടോ, നമ്മൾ ജനിച്ചത് ചെറിയ വീട്ടിലായതുകൊണ്ടൊന്നുമല്ല, ദൈവം അങ്ങ് സ്വർഗത്തിരിക്കുന്നുകൊണ്ടുമല്ല. പിന്നെ എന്തുകൊണ്ടാണ്? വേദപുസ്തകം പഠിപ്പിക്കുന്നു, മനുഷ്യൻ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളും പാപങ്ങളുമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയത്. സ്തോത്രം. ഹല്ലേലൂയ. ആ അകൽച്ച മാറാൻ വേണ്ടിയിട്ട് ചുമ്മാ ഓടി വന്ന് കയറൽ നടക്കില്ല. അതിന് സ്വർഗസ്ഥനായ ദൈവം ഒരുക്കിയൊരു പാലമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു എന്ന ലോകരക്ഷിതാവിനെ ലോകത്തിലേക്ക് അയച്ച് കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിന്റെ ഭൂമിയുടെ മധ്യത്തിൽ മാനവരാശിക്ക് വേണ്ടി തന്റെ അവസാനതുള്ളി ചോര വരെയും ഊറ്റി ഒഴിക്കപ്പെട്ടവനായി സ്വന്തം തോളിൽ തലചായിച്ച് കഴിഞ്ഞ ആഴ്ച സ്തോത്രം നമ്മുടെ സമൂഹത്തിന് പലരും ആ തീവ്രമായ കഷ്ടാനുഭവങ്ങളെ കൊണ്ടാടി, ആ ഓർമ്മ പുതുക്കി. അതിനൊക്കെ വിസ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് ആണ്ടിലൊരിക്കൽ ഒരു ഓർമ്മ പുതുക്കാനല്ല, നിന്നെ ഉയർത്താൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് സ്വർഗം തന്റെ പുത്രനെ കാൽവരിയിൽ തകർത്തതാണ്. ഹല്ലേലൂയ. ആ ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ മനസ്സറിഞ്ഞ് വിശ്വസിച്ച ആരെയാ ദൈവം ഉയർത്താതിരുന്നിട്ടുള്ളത്?
സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുക, ഓൺലൈനിൽ കേൾക്കുന്നവരോ ഇവിടെ ഇരുന്ന് കേൾക്കുന്നവരോ, കർത്താവായ യേശുവിനെ ആ ക്രൂശിൽ പെടഞ്ഞു മരിക്കുന്നത് വാസ്തവത്തിൽ ഞാനാണ് മരിക്കേണ്ടത്. എന്നെ ദൈവത്തോട് അടുപ്പിക്കാൻ ഈ പത്രോസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് 3-ാമത്തെ അധ്യായത്തിനകത്ത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ കർത്താവ് ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു മരിച്ചു. ഹല്ലേലൂയ. അതിന്ന് രാത്രി പറയാതെ ഞാൻ ദൈവം നിങ്ങളെ ഉയർത്തുമെന്ന് എത്ര മണിക്കൂർ പറഞ്ഞാലും നിങ്ങൾ ഉയരില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ സത്യം പറയുന്നു, അതിന്റെ പുറന്തോട് പഠിച്ചു പറയുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് അവന്റെ കൈ കീഴിലേക്ക് നീ ഇനി ഇടനടക്കാരെ തപ്പണ്ട, പേടിച്ചു മാറി നിൽക്കണ്ട, 10 അടി അകന്ന് നിൽക്കണ്ട. സ്വർഗം നിന്നെ വിളിക്കുന്നു, എന്റെ കൈ കീഴിലേക്ക് വാ. എത്ര പേര് ഇന്ന് രാത്രി കാലം ആ വിളി കേൾക്കാൻ തയ്യാറാകും? എന്റെ കൈ കീഴിലേക്ക് വാ, എന്റെ കൈ കീഴിലേക്ക് വാ, ഞാൻ നിന്നെ ഉയർത്താമെന്ന് ഈ രാത്രി പറയുമ്പോൾ അത് സ്വീകരിക്കാൻ മനസ്സുള്ള ദൈവത്തിന്റെ മക്കൾ ഒരു കാര്യം ആ നിൽപ്പിലോ ഇരിപ്പിലോ ചെയ്യണം. യേശുവേ, എനിക്കായിട്ട് നീ മരിച്ചു, ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ ഒരുപാട് അകന്നു പോയി. ഇന്ന് രാത്രി മുതൽ എന്റെ ദൈവത്തോട് അടുക്കേണ്ടതിന് ഞാൻ എന്നെ തന്നെ തരുന്നു എന്ന് പറഞ്ഞാൽ ഭയം കൂടാതെ, വേറൊരു ഇടനിലക്കാരനെ കൂട്ടുപിടിക്കാതെ, ഇളമ്പലുകാർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എൻ്റെ ഭാഷ, ഞാൻ ആരെയും വേദനിപ്പിക്കാതെ സഭ്യമായിട്ടാണ് പറയുന്നത്, വേറെ ആരെയും കൂട്ടുപിടിക്കാതെ ദൈവം കൈ നീട്ടി നിൽക്കുക. ഇന്ന് രാത്രി നിങ്ങൾ ഒന്ന് പിക്ചറൈസ് ചെയ്യണം, മനസ്സിൽ കാണണം. പ്രസംഗികനല്ല, ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. ദൈവം കൈ നീട്ടി നിൽക്കുക. ഇത്രയും അടുക്കൽ നിന്നെ വിളിക്കുക. നീ അകന്നു പോകരുത്, ഇനി പാപം ചെയ്യരുത്, ദൈവത്തിന് അടുക്കാൻ പറ്റാത്ത ഒന്നിലേക്കും പോകരുത്. നിന്നെ ദൈവം കൈ കാട്ടി വിളിക്കുക. ഈ കൈ കീഴിലേക്ക് വരാൻ ആര് തയ്യാറാകുന്നോ അവരെ ദൈവം ഉയർത്തിയിരിക്കും. ദൈവത്തിന്റെ കൈ കീഴിലേക്ക് വരിക. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ കയ്യ്, സ്തോത്രം, ഇതൊന്ന് നിന്ന് സർക്കിൾ ചെയ്ത് നോക്കി എത്ര ദൂരമുണ്ട്. കൂടിക്കഴിഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ, ഒരു 4 അടി വ്യാസം എന്ന് കൂട്ടിക്കോ. സ്തോത്രം, ഹല്ലേലൂയ. അതിക്കുള്ളൊന്നും ഒരു മനുഷ്യന്റെ ഇല്ല, 3 അടി, അതിക്കുള്ളൊന്നും വരികയല്ല. അപ്പൊ ഇന്ന് രാത്രികാലം കേട്ടോളണം, കാര്യം നടത്താൻ വേണ്ടി മാത്രം, സ്തോത്രം, ആണ്ടിലൊരിക്കൽ ഓടി കൈക്കീഴി വന്നിട്ട് പിന്നെ ഇറങ്ങിപ്പോണമെന്നല്ല. ഈ തമ്പുരാൻ കൈ നീട്ടിയാൽ നിന്നെ തൊടാൻ പാകത്തിന് അതിൽ കൂടുതൽ അകലരുത്. അവിടെ നീ കാണണം, അവിടെ നീ കാണണം. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നീ കാണണം. ഈ കൈ കീഴെ നിൽക്കാമെങ്കിൽ പത്രോസ് പറയുന്നു, എന്നെ ഉയർത്തിയവൻ നിന്നെ ഉയർത്തും. ഈ വേദിയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളിൽ പലരും പറയുന്നു, ഈ കൈ കീഴേന്ന് മാറാതിരുന്നാൽ നിന്നെ നിന്റെ തലമുറയെയും എന്റെ ദൈവം ഉയർത്താതിരിക്കുമോ? നിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടാകാതിരിക്കുമോ? അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ സത്യം പറയുന്നു, വഴിപാടും നേർച്ചയുമായി ഏതൊക്കെ വഴിക്ക് പോയാലും ദൈവത്തിന്റെ കൈ കീഴിൽ വരാത്തിടത്തോളം കാലം ആർക്കും ഉയരാൻ കഴിയില്ല. 5 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം കൂടി പറയാതെ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. 4-ാമത്തെ കാര്യം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഉയർത്താൻ ഒരു സമയമുണ്ട്. അതിനവിടെ കൊടുത്തിരിക്കുന്ന വാക്കിതാണ്, തക്ക സമയം. തക്ക സമയം എന്ന് പറയുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാകും. സ്തോത്രം, ഞങ്ങൾ ഉപദേശിമാരാണെങ്കിൽ പോലും കുറേയൊക്കെ പ്രാർത്ഥിച്ചും കുറേയൊക്കെ പരിശ്രമിച്ച് കഴിയുമ്പോൾ മനസ്സ് മടുക്കുമ്പോൾ പറയുന്നതാ, ഞാൻ അമ്മമ്മ പേടിക്കേണ്ട, തക്ക സമയത്തെല്ലാം നടന്നോളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ സുല്ലിട്ടു, ഇനി എപ്പോഴെങ്കിലും നടക്കട്ടെ എന്നൊരു ധ്വനി അതിനകത്ത് ഇല്ലായകയില്ല. അങ്ങനെ കൈക്കീഴെ കൊണ്ടുവന്നിട്ട് ഇനി എപ്പോഴെങ്കിലും നടക്കുമെന്ന് പറയുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. ഞങ്ങൾ ഉപദേശിമാർ പറഞ്ഞാലും ദൈവം അങ്ങനെ പറയുകയില്ല. ആ വാക്കിന് സുതാര്യമായൊരർത്ഥം കൂടിയുണ്ട്. അതോടെ നിങ്ങൾ കേട്ടിട്ടേ പോകാവൂ. വേദപുസ്തകം സമയത്തിന് 2 വാക്കുകളാണ് കൊടുക്കുന്നത്. 2 വാക്കുകളാണ് കൊടുക്കുന്നത്. സ്തോത്രം. ആ വാക്കുകളൊക്കെ ഒരു കൺവെൻഷനിൽ പറഞ്ഞാൽ എത്രത്തോളം സാധാരണക്കാർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷേ ഈ കാര്യം പറയണമെങ്കിൽ ആ വാക്കുകൾ പറയാതിരിക്കാനും പറ്റിയല്ല. സ്തോത്രം. 2 വാക്കുകളാണ്.
ഒന്ന് കൈറോസ് എന്ന വാക്കും രണ്ട് ക്രോണോസ് എന്ന വാക്കും. ഈ ദൈവദാസന്മാർക്ക് നിങ്ങൾക്ക് പലർക്കും ആ വാക്ക് പരിചിതമായിരിക്കാം. ഇല്ലെങ്കിൽ ആ രണ്ട് വാക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിന് ബൈബിളിൽ തപ്പുമൊന്നും വേണ്ട. നിങ്ങളുടെ പിള്ളേർക്ക് കഴിവുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ഗൂഗിളിൽ തപ്പിയാൽ നോക്കിയാൽ മതി. ഈ വാക്കുകളൊക്കെ ഞങ്ങൾ പുൾപ്പിറ്റിൽ വെച്ചുണ്ടാക്കുന്നത് ഉപദേശിമാർ കണ്ടുപിടിച്ചതല്ല. ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതാണ്. രണ്ട് വാക്കുകൾ. ഈ രണ്ട് വാക്കുകൾക്കും സമയമെന്നാണ് അർത്ഥമെങ്കിലും സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ, ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ രണ്ട് വാചകങ്ങളിലൂടെയാണ് പരിചയപ്പെടുത്തുന്നത്. സ്തോത്രം. ക്രോണോസ് എന്ന വാക്കാണെങ്കിൽ ആ വാക്കിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം ഇതാണ്: ദ ലെങ്ത് ഓഫ് ടൈം. ലെങ്ത്, സമയത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ഒരാളോട് ചോദിക്കുക, അമ്മച്ചിയോട് അപ്പച്ചനോട് ചോദിക്കുക, അപ്പച്ചന്റെ കല്യാണം നടന്ന എന്നാന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അപ്പച്ചൻ ഓർമ്മയെന്ന് പറയാന്ന് വിചാരിച്ചു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് മോനെ കല്യാണം നടന്നതെന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ അത് പോയിന്റിലെത്തിയില്ല. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നു എത്രയോ കാലഘട്ടം, അതിനകത്ത് ഏതോ ഒരു ദിവസം കല്യാണം കഴിച്ചു, അത്രേ പറഞ്ഞോളൂ. കൈറോസ് എന്ന വാക്കിന്റെ അർത്ഥം ദ പോയിന്റ് ഓഫ് ടൈം എന്ന. പോയിന്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ കൃത്യമായൊരു ഡേറ്റ് പറയുകയാണ്. 1976 ജനുവരി 7 എന്ന് പറയുമ്പോൾ പോയിന്റിലെത്തി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്ക്. എല്ലാ മനുഷ്യർക്കും ഉയർച്ചയ്ക്കും നന്മയ്ക്കും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സൃഷ്ടിച്ചപ്പോഴേ ദൈവമായ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. ആ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നല്ലോ. ക്രോണോസിലാണ് ഈ ഭ്രമണപഥം കറങ്ങുന്നത് പോലെ ഇത് നമ്മുടെ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളെല്ലാം ഈ ലെങ്ത് ഓഫ് ടൈമിൽ കിടന്ന് കറങ്ങുക. ഇന്ന് രാത്രി സുവിശേഷ യോഗം കേൾക്കുമ്പോൾ ആരെങ്കിലും ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങുകയെന്നിരിക്കട്ടെ. പ്രസംഗമൊക്കെ കേട്ട് സ്വോത്രകാഴ്ചയിട്ട് വീട്ടിൽ പോയാൽ പിന്നെയും ഈ പ്രസംഗം നിനക്ക് സാധ്യതയുണ്ട്, നീയും ഉയരാൻ സാധ്യതയുണ്ട്, നീയും സ്വർഗത്തിൽ പോകാൻ സാധ്യതയുണ്ട്, നിന്റെ കൊച്ചുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ആ ക്രോണോസിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. സാധ്യതയിൽ കിടന്ന് കറങ്ങും. പക്ഷെ ആ സാധ്യത ഒരു പോയിന്റിലേക്ക് എത്തുന്നത്, കൈറോസിലേക്ക് എത്തുന്നത്, നീ ഹൃദയംഗമായി ദൈവത്തെ വിശ്വസിക്കുന്ന സമയം. ആ സമയം സ്വർഗം ഒരു ഡേറ്റ് കുറിക്കും, ദൈവം ഒരു സമയം പറയും. ആ നിന്റെ അനുഗ്രഹങ്ങൾ, നിന്റെ ഉയർച്ചകൾ, നിന്റെ നന്മകൾ, നിന്റെ ദൈവികമായിരിക്കുന്ന കരുതലുകൾ ഒരു പോയിന്റിൽ കൊണ്ടുപോയി നിർത്തും ദൈവം. അത് ചുമ്മാ നടന്നാൽ പറ്റിയല്ല, അതിന്റെ സാഹചര്യങ്ങൾ ദൈവം തരും. മോശയെ കൊണ്ട് സ്വർഗസ്ഥനായ ദൈവം ഇസ്രായേൽ മക്കളെ മുഴുവൻ വിമോചിതനായി പ്രഖ്യാപിച്ചു, വിടുതൽ കൊടുക്കുമെന്ന് ദൈവം കണ്ടു. അതിനാ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത്. പക്ഷെ പിടികിട്ടാപ്പുള്ളിയെ പോലെ നാട് വിട്ടോടി ആ മനുഷ്യൻ, സ്തോത്രം, ആടുകളെ തീറ്റി നടക്കുമ്പോൾ മുൾപ്പടർപ്പിൽ തീ കത്തുന്നത് കണ്ടു. അത് കണ്ടിട്ട് കണ്ണ് മറച്ച് കടന്നു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചരിത്രം മറ്റൊന്നായി മാറിയേനെ. പക്ഷെ അതെന്തെന്നറിയാൻ ആകാംക്ഷയോടെ ചെന്ന് അതിന്റെ അടുക്ക ചെല്ലുമ്പോൾ ആരോരുമില്ലാത്ത മരുഭൂമിയിൽ മോശേ മോശേ എന്ന് വിളിക്കുന്ന ദൈവശബ്ദം കേട്ടു. അതിനോട് പ്രതികരിച്ചപ്പോൾ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി, 80-ൽ പരം വർഷങ്ങളായി നിനക്കൊരു ദൗത്യമുണ്ട്, അതുകൊണ്ടാണ് നീ ഇന്ന് വരെ മരിക്കാതിരുന്നത്. നിന്നെ പലരും ഇല്ലാതാക്കാൻ നോക്കിയിട്ടും നീ ഇല്ലാതായി പോകാതിരുന്നത്. നിന്റെ മേൽ കിടക്കുന്നൊരു ദൗത്യമുണ്ട്. 80 വയസ്സായിട്ടും എന്തേ എന്നിട്ട് നടക്കാത്ത ഓർത്തിരുന്നാൽ ഇതുപോലത്തെ ഒരു ചാൻസ് സ്വർഗം നിനക്ക് തരും. കത്തുന്ന മുൾപ്പടപ്പിന്റെ മുമ്പിൽ നിന്ന് നിന്നെ വിളിക്കുന്നൊരു ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ, ആ ശബ്ദത്തോട് പ്രതികരിക്കാൻ തയ്യാറായാൽ നിന്റെ ക്രോണോസ് കൈറോസായി മാറും. അന്നു മുതൽ നീ ആട്ടിടയനായ മോശയല്ല, അന്നു മുതൽ ലക്ഷങ്ങളുടെ വിമോചകനായ ഫറവോന്യ സാമ്രാജ്യത്തെ തോൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്ന് ചെങ്കടൽ പിളർന്ന് അത്ഭുതങ്ങൾ നടത്തി മരുഭൂമി താണ്ടുന്ന ഒരു ജനകീയ നേതാവിനെ പോലെ സ്വർഗം അവനെ മാറ്റിയത് ഒരു നിമിഷത്തെ സ്പർശനം കൊണ്ടാ. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടല്ലോ. ദീർഘവർഷങ്ങൾ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ട്, ഇതോടെ പറഞ്ഞാൽ നിർത്താം, നഷ്ടപ്പെട്ട്, സ്തോത്രം, ഒരു വലിയ ബിഗ് സീറോ ആയി. മക്കൾ നഷ്ടപ്പെട്ടു, സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു, ശരീരം മുഴുവൻ ഒരുതരം സോറിയാസിസ് പോലെ രോഗം പിടിച്ച്
ഓട്ട് കഷ്ണം കൊണ്ട് ചരണ്ടി ചാരം വാരിയിട്ട് അതിനകത്തിരുന്ന് ചൊറിച്ചില് മാറ്റി പോരുമ്പോൾ അതിനേക്കാൾ വലിയ ചൊറിച്ചിലുമായി സ്നേഹിതന്മാർ പോരാടി നിൽക്കുന്ന ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ ഇനിയൊരു ജീവിതം ഉണ്ടാകുമോ? എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഇങ്ങനൊരു ജന്മമുണ്ടോ എന്ന് തന്നെത്താൻ വിലപിച്ചിരിക്കുമ്പോൾ 38-ാം അധ്യായത്തിൽ വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ തേര് ഇറങ്ങി വരുന്നത് പോലെ തീജ്വാല പോലത്തെ ഒരു ദർശനം ആ മനുഷ്യൻ കണ്ടു. ആ തീജ്വാലക്കകത്ത് നിന്ന് ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന മഹാദൈവം അവന്റെ പുരയിടത്തിൽ അവന്റെ തലയ്ക്ക് മീതെ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ ഒരു വാക്ക് താൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുകയാ, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സ്തോത്രം. പഴുത്തളിഞ്ഞ ഈ വ്രണം നിറഞ്ഞ ശരീരത്തെ ഇത്രയും നാളായിട്ടും വെറുത്തില്ല. പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടപ്പോൾ മനസ്സിലായി, പൊട്ടത്തരങ്ങൾ കൊണ്ടും പാരമ്പര്യ ചിന്തകൾ കൊണ്ടും ആശയ സംഘട്ടനം നടത്തി തന്നെത്താൻ വാദിച്ച് വക്കീലിനെ പോലെ നിന്ന മനുഷ്യൻ തന്നെത്താൻ വെറുത്തു. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, നിനക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞ നിമിഷത്തിൽ അവന്റെ ജീവിതത്തിൽ ഒരു പോയിന്റിലേക്ക് വന്നു. അവിടെ മുതൽ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി മടക്കി കൊടുത്തുകൊണ്ട് ഒരു പുതിയ തുടക്കം ദൈവമായിട്ട് കുറിച്ചു. പ്രിയരെ, ചാൻസ് ദൈവം തരും. അതിൽ കയറി പിടിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പ്രസംഗിച്ച കൃപ നിങ്ങളെ തേടി വരും. ഞാൻ പ്രസംഗിച്ച ദൈവം നിങ്ങളെ ഉയർത്താൻ തുടങ്ങും. ആ കൈക്കീഴിലേക്ക് ചേർന്ന് നിൽക്കാൻ ഒരവസരം സ്വർഗം ഈ UPF കൺവെൻഷനിൽ പകരുമ്പോൾ മനസ്സുകൊണ്ടൊരു തീരുമാനമെടുക്കണം. അതിന് തയ്യാറാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ സമയത്തെ ക്രമീകരിച്ച് നിനക്ക് ആയുസ് പാഴാകുന്നതിനേക്കാൾ മുമ്പ് നീ പ്രാർത്ഥിച്ചതും ദൈവം നിന്നോട് പറഞ്ഞതും നിന്നെക്കുറിച്ച് പ്ലാൻ ചെയ്തതും ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കിക്കൊണ്ട് നിറവേറ്റാൻ കരുത്തനായ ദൈവത്തിന്റെ തിരുസാന്നിധ്യം, നമ്മൾ തുടങ്ങിയത് അത് പറഞ്ഞുകൊണ്ടാണല്ലോ, ആ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതിന്ന് രാത്രി സ്വീകരിക്കാൻ മനസ്സ് വെച്ചാൽ, അതുമായി ഹൃദയത്തിൽ പേറി മടങ്ങിപ്പോയാൽ, ഇനി ഞങ്ങളുടെ ആരുടെയും ഫോൺ നമ്പർ പോലും കയ്യിലില്ലെങ്കിലും ബാക്കി ദൈവം നോക്കിക്കോളും. അതിന് താല്പര്യമുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിനൊരു സ്തോത്രം ചെയ്താട്ടെ. റോഡ് സൈഡിൽ ഇരിക്കുന്നവർ പോലും ഈ കാര്യത്തിൽ സംതൃപ്തരായി കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തു. നമുക്ക് ആ കൈ ഉയർത്തി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധി. ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ച് അധ്യക്ഷന്റെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ആരും ധൃതി പിടിച്ച് പോകരുത്. എവിടെയോ ദൈവം ആരെയോ വളഞ്ഞു നിർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ആരോ തകർന്നു പോയവരെ ഉയർത്താൻ പോകുകയാണ്. ഒരുപക്ഷെ മദ്യപാനം കൊണ്ട്, ഒരുപക്ഷെ നിരാശ കൊണ്ട്, ഒരുപക്ഷെ പാപത്തോട് പാപം കൂട്ടിയത് കൊണ്ട്, എന്താണെങ്കിലും സ്വർഗം ഇന്ന് രാത്രികാലം ചിലരെ കണ്ടുവച്ചിട്ട് പറയുകയാണ്, സ്തോത്രം, നിന്റെ ജീവിതത്തിന്റെ ക്രോണോസിനെ കൈറോസ് ആക്കിക്കൊണ്ട് നീ ജീവിച്ചിരുന്നത് ദൈവകൃപയാ. കൊറോണ വന്ന കാലം മുതൽ ചാവാതെ കടന്നത്, അപകടങ്ങളിൽ തീരാതിരുന്നത്, ചിലർ നിന്നെ ഒറ്റ കൊടുത്തതുപോലെ കൊടുത്തിട്ടും നിന്റെ തലയ്ക്ക് മീതെ അത് കടന്നുപോയത് ഇന്ന് രാത്രി ദൂത് കേൾക്കാനായിരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അധരങ്ങൾ തുറന്ന് യേശുവിനെ വിളിച്ചു നിൽക്കണം. എല്ലാവരും യേശുവിനെ വിളിച്ചു നിൽക്കണം, കർത്താവിനെ വിളിച്ചു നിൽക്കണം. ആരോടോ ദൈവം ഇടപെടുന്നുണ്ട്. എന്റെ യേശുവേ എന്ന് വിളിക്കാൻ മടിക്കരുത്. നമ്മെ ഉയർത്തിയ രക്ഷകനാണവൻ, നമുക്ക് വേണ്ടി ക്രൂശിലേറിയവനാണവൻ. ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി യേശുവേ എന്ന് വിളിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കും. മക്കളെ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ലെവലിൽ നിന്നെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ശുശ്രൂഷ ആഗ്രഹിക്കുന്നവരെല്ലാവരും പ്രാർത്ഥിക്കുക. ഒരു ചെറിയ കൃപയെങ്കിലും നിന്റെ മേലുണ്ടെങ്കിൽ അതിനെ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കാക്കി മാറ്റാൻ ഇന്ന് രാത്രി എണ്ണ നിറയ്ക്കുന്നൊരു ദൈവം വന്നിട്ടുണ്ടെന്ന്. മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായവൻ എളമ്പൽ വഴിയോരത്ത് കാതിൽ ദൈവശബ്ദമായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ എവിടെയാണെങ്കിലും ഇരിക്കുന്നിടത്ത് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് സ്തോത്രം ചെയ്താൽ സ്വർഗം അത് ചെയ്യാൻ പോകുകയാ. എല്ലാവരും സ്തോത്രത്തിൽ ജാഗരിക്കുക. യേശു എന്ന നാമത്തെ ഉയർത്തിപ്പറ. അവനാണ് ഉയർത്തുന്നവൻ. മാനവരാശിയെ ഉയർത്താൻ ലോകത്തിൽ വന്ന ഒരേ ഒരു ദൈവം യേശു മാത്രം. ആ ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ രോഗങ്ങൾ, കഷ്ടങ്ങൾ, കടഭാരങ്ങൾ, പാപം ഇതെല്ലാം മനുഷ്യനെ താത്തിക്കളഞ്ഞതാണ്. ഇനിയില്ല കർത്താവേ. ഞാൻ ഈ പറയുന്ന വാക്ക് എത്ര പേര് പറയും? ഇനിയില്ല കർത്താവേ, ഇനിയില്ല. പഴയ ജീവിതത്തിൽ ഞാനില്ല. ഇല്ല കർത്താവേ,
രഹസ്യത്തിൽ ആരും അറിയാത്ത മേഖലയിൽ എന്നെ തളച്ചിട്ടിരിക്കുന്ന ചില വിഷയങ്ങളോട് ഇവിടെ വെച്ച് ഞാൻ യാത്ര പറയുക. എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം. വാതുറക്ക് പറയ, വേണ്ടപ്പാ, എനിക്ക് ലജ്ജിതനായി ജീവിച്ചു തീർക്കണ്ട. ഉയർത്തുന്നൊരു ദൈവം ഉണ്ടെന്ന് ഞാൻ കേട്ടു. ഇന്ന് രാത്രി എൻ്റെ ദൈവം എന്നെ കണ്ടു. അടിയനിതാ. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുക. ബാക്കി കാര്യങ്ങൾ കൊയറും അധ്യക്ഷനൊക്കെ ആയിട്ട് ക്രമീകരിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി നിൽക്കുക. കണ്ണടച്ച ദൈവത്തോട് പറ, ഉയർത്തുന്നവൻ ദൈവമാണെന്ന് മനസ്സിലായി. ആ കൈ എന്താന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ സമയം സമാഗതമായിരിക്കുക. എന്റെ കയ്യിൽ ഒന്നുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. കൃപ മാത്രം കൊണ്ട് ഉയർത്തിയ ചരിത്രമേ ദൈവത്തിനുള്ളൂ. ഒന്നുമില്ല. ഈ രാത്രി ഞാൻ എന്നെ തന്നെ തരികയാണെന്ന് പറയുന്നവർ ആ വലങ്കരം നെഞ്ചത്തേക്ക് വെക്ക്. ഞാൻ എന്നെ തന്നെ തരികയാണ്. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നെ ഉയർത്തിയ ദൈവമേ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒരു നേരത്തെ ആഹാരം പോലും നന്നായില്ലാതെ അന്നാണ് ഞങ്ങൾ യേശുവിനെ കണ്ടത്. അവിടെ നിന്ന് ഇത്രത്തോളം ഉയർത്തിയ ദൈവമേ, എൻ്റെ കർത്താവിനെ എൻ്റെ അനുഭവം വെച്ച്, പത്രോസ് പറഞ്ഞ വാക്ക് വെച്ച് ഞാൻ ഇവിടെ പ്രസംഗിച്ചു. എൻ്റെ പ്രായക്കാരോ, ഞാൻ രക്ഷയിലേക്ക് വന്ന കാലഘട്ടത്തിലെ പ്രായക്കാരോ, എൻ്റെ പിതാവിൻ്റെ പ്രായക്കാരൊക്കെ ഇതിനകത്തുണ്ട്. രക്ഷപ്പെടുത്തത്തിൽ നിന്ന് വാദിക്കുന്ന സകല ശക്തികളെയും ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന അഭിഷിക്തന്മാരായ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നിരിക്കുന്ന അധികാരം കൊണ്ട് ഈ ജനത്തിന് നേരെ കൈനീട്ടിക്കൊണ്ട് പറയുന്നു, ഇവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുക. സിംഹത്തിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വലിച്ചെടുക്കുന്നത് പോലെ ഇന്ന് രാത്രി ഞങ്ങളെ വലിച്ചെടുക്കുകയാണ്. രക്ഷപ്പെടട്ടെ. കർത്താവ് ചെയ്തിരിക്കുക. സ്തോത്രം. അങ്ങ് ഉയർത്തിയവരെ കാണാൻ ഞങ്ങൾ ശുശ്രൂഷകന്മാർക്ക് ഭാഗ്യം തരണേ. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ നാടിനെ ഞങ്ങൾ അനുഗ്രഹിച്ചിട്ട് പോരുകയാണ്. കർത്താവ് ഈ ദേശത്ത് ദൈവത്താൽ ഉയർത്തപ്പെട്ടവരെ കൊണ്ട് നിറയ്ക്കണമേ. പിശാച് തകർത്തവരിനി ഉണ്ടാകരുത്. കർത്താവ് ചെയ്തിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.